18. സന്യാസത്തിന്റെ പരിപൂർണത, അധ്യായം 18. സന്യാസത്തിന്റെ പരിപൂർണത, ശ്ലോകം 45. ഒരു ചെറിയ ഭാവാർത്ഥം മാത്രമേ ഉള്ളൂ അതിൽ. ചെറിയ ഒരു ശ്ലോകമാണ്, നമുക്ക് നോക്കാതെ. സ്വേ സ്വേ കർമ്മണ്യപരിധാ സംസിദ്ധിം ലഭതേ നരാ സ്വകർമ്മ നിരതാ സിദ്ധിം യഥാ വിന്ദതി തശൃണു. സ്വേ സ്വേ കർമ്മണ്യപരിധാ സംസിദ്ധിം ലഭതേ നരാ സ്വകർമ്മ നിരതാ സിദ്ധിം യഥാ വിദ്ധി തശൃണു. സ്വേ സ്വേ കർമ്മണ്യപരിധാ സംസിദ്ധിം ലഭതേ നരാ സ്വകർമ്മ നിരതാ സിദ്ധിം യഥാ വിന്ദതി തശൃണു. വിവർത്തനം. സ്വാഭാവികങ്ങളായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്നാൽ മനുഷ്യന് പൂർണ്ണത നേടാം. എങ്ങനെയെന്ന് പറയാം, കേൾക്കൂ. ഇത്രയേ ഉള്ളൂ വിവർത്തനം, ഭാവാർത്ഥമില്ല. ഓം അജ്ഞാനതിമിരന്തസ്യ ജനാർദ്ദനശലാകയാ ചക്ഷുരുന്മീലിതം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമഃ. ഓം വിഷ്ണുപദായ കൃഷ്ണപ്രസാദ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമിനി നാമിനി നമസ്തേ സരസ്വതി ദേവി ഗൗരിവാണി പ്രചാരണ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണೆ. ജയ ശ്രീകൃഷ്ಣ ಚೈತನ್ಯ ಪ್ರಭು ನಿತ್ಯಾನಂದ ಶ್ರೀ ಅದ್ವೈತ ಗದಾಧರ ಶಿವಾಚಾರ್ಯ ಗೌರ ಭಕ್ತ ವೃಂದ. ಹರೇ ಕೃಷ್ಣ 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 ಹರೇ ಹರೇ, ಹರೇ ರಾಮ 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 ಹರೇ ಹರೇ. ಹರೇ ಕೃಷ್ಣ. ಸ್ವೇ ಸ್ವೇ ಕರ್ಮಣ್ಯ ಕರ್ಮಾಣಿ ಅಭಿರತ ಸಂಸಿದ್ಧಿಂ ಲಭತೆ ನರ ಸ್ವಕರ್ಮ ನಿರತಾ ಸಿದ್ಧಿಂ ಯಥಾ ವಿಂದತಿ തച്ഛൃണു. സ്വകർമ്മം, സ്വേ സ്വേ കർമാണി അഭിരത, സ്വകർമ്മ നിരതാ സിദ്ധി. സ്വകർമ്മം അല്ലെങ്കിൽ സ്വധർമ്മം, അല്ലെ, രണ്ടും തന്നെയാണ്. ധർമ്മം നമ്മൾ കേട്ടിട്ടുണ്ട്, ധർമ്മം അല്ലെ. ഒരു തരം വിശ്വാസമാണ്. യഥാർത്ഥത്തിൽ ധർമ്മം എന്താണ് എന്നാൽ നമ്മളുടെ തൊഴിൽപരമായ കടമ, നമ്മൾ ചെയ്യേണ്ട നിയതമായിട്ടുള്ള കർമ്മം. എല്ലാത്തിനും ഒരു പ്രത്യേകതയാണ്. അപ്പോ ഫോർ എക്സാമ്പിൾ, നമ്മളൊരു മൈക്രോഫോൺ എടുത്തു കഴിഞ്ഞാൽ ആ മൈക്രോഫോണിന്റെ ധർമ്മം എന്താണ്, അതിന്റെ ജോലി എന്താണ്? നമ്മൾ പറയുന്നത് ഒച്ചത്തിൽ ഉറക്കെ കേൾപ്പിക്കുക, അല്ലെ? അതാണ് മൈക്രോഫോൺ അല്ലെങ്കിൽ മൈക്കിന്റെ ഉപയോഗം. അത് ആ മൈക്ക് ചെയ്തില്ല എങ്കിൽ മൈക്രോഫോണിന്റെ ധർമ്മം മൈക്രോഫോൺ എന്താണ് ചെയ്യുന്നില്ല എന്നാണ്, അല്ലേ? അപ്പൊ അതാണ് ധർമ്മം എന്ന് പറയുന്നത്, അവനവന് ചെയ്യേണ്ട കർമ്മം, നിയത കർമ്മം. ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കാൻ, അല്ലെ, നമ്മൾ ശ്രമിക്കണം. മറ്റു നിരവധി ഉദാഹരണങ്ങളുണ്ട്. വെള്ളം പോലെ. വെള്ളം എന്ന് പറയുന്നത് എന്താണ്? ദ്രാവക രൂപമാണ്, അല്ലെ? വെള്ളം പോലെ ഉണ്ടിക്കാം, അതെല്ലാവർക്കും ദ്രാവകമാണെന്ന് അറിയാം. ഒരു ദ്രാവകമാണ് വെള്ളം. എന്നാൽ ചിലപ്പോൾ, അല്ലെ, ചില സാഹചര്യങ്ങളിൽ അത് ഐസായി മാറുന്നുണ്ട്. നല്ല തണുത്ത സ്ഥലത്ത് അല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഐസായി മാറും. അതെ, അത് ശരിക്കും വെള്ളത്തിന്റെ ധർമ്മമല്ല. ദ്രാവകാവസ്ഥയിൽ തുടരുക എന്നുള്ളതാണ് വെള്ളത്തിന്റെ ധർമ്മം, അല്ലെ? അപ്പൊ അത് ഐസായി രൂപാന്തരപ്പെടും, അല്ലെ? അത് പിന്നെ ഉരുകി വീണ്ടും വെള്ളമാകാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് ധർമ്മം, അല്ലെ? അപ്പൊ മനുഷ്യരായ നമ്മള് ധർമ്മം എന്താണ് എന്ന് നമ്മൾ പഠിക്കും. ഇപ്പോ ഒരു വിഭാഗക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രക്കാരോ ഏതെങ്കിലും പാർട്ടിയോ അല്ല, എന്താണ്, അങ്ങനെ ഒരു വിചിന്തനം അതിനില്ല. ഒരു മനുഷ്യൻ എന്ന നിലയിലോ ജീവജാലം എന്ന നിലയിലോ നമ്മുടെ ധർമ്മം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. നമ്മുടെ ധർമ്മം എന്താണ്? ഭഗവാന്റെ സേവ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം, അല്ലെ? അതാണ് ഉത്തരം. നമ്മൾ ഓരോരുത്തരും സേവനം ചെയ്യും. ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ ആ കുടുംബനാഥൻ, അല്ലെ, ഒരുപാട് സേവകൾ ചെയ്യുന്നുണ്ടാവും. ഒരു സമൂഹം, മനുഷ്യൻ അതാണ് എന്ന നിലയിൽ, ഒരു ദേശീയൻ എന്ന നിലയിൽ ഓരോരുത്തരും ഓരോ മനുഷ്യരും സേവ ചെയ്യുന്നുണ്ട്, അല്ലെ? അല്ലെങ്കിൽ അവരുടേതായതായിട്ടുള്ള തൊഴിൽ ചെയ്യുന്നുണ്ട്. ഒരു ഡോക്ടർ എന്താ ചെയ്യുന്നത്, അല്ലെ? ആ ഒരു ഡോക്ടർ എന്താണ്, രോഗികളെ ചികിത്സിക്കുന്നു, അതാണ് അദ്ദേഹത്തിന്റെ സേവനം. ഒരു എഞ്ചിനീയർ എന്താ ചെയ്യുന്നത്? അദ്ദേഹം കെട്ടിടങ്ങളൊക്കെ പണിയും, അല്ലെ? എഞ്ചിനീയർക്ക് എഞ്ചിനീയറുടെ നിലയിൽ അവരുടേതായിട്ടുള്ള ധർമ്മമുണ്ട്. അപ്പൊ അവരെല്ലാവരും തന്നെ അവരുടേതായ രീതിയിലുള്ള അവരുടേതായ ഏരിയയിലുള്ള സേവനം വാഗ്ദാനം ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പോ ആരായിരുന്നാലും ഏതൊരാളാണെങ്കിലും മറ്റൊരാൾക്ക് സേവനം നൽകുന്നതിൽ വ്യാപൃതരാണ്. നമ്മളിപ്പോ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമ്മള് മുതിർന്ന ഓഫീസർക്ക് വേണ്ടി, അല്ലെ, അല്ലെങ്കിൽ എന്താണ്, മാനേജർക്ക് വേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ താല്പര്യം, അല്ലെ? അപ്പൊ നമ്മൾ എന്തായിരുന്നാലും നമ്മൾ ജോലി ചെയ്യുമ്പോൾ അതാണ് നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത്.
അതാണ് ധർമ്മത്തിന്റെ അടിസ്ഥാന തത്വം, അല്ലേ? അപ്പൊ നമ്മുടെ ജീവാത്മാവ് എന്നുള്ള നിലയിൽ നമ്മള് സേവനം ചെയ്തുകൊണ്ടിരിക്കണം. സേവനം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം, അല്ലേ? എന്നാൽ നമ്മൾ സേവനം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ചോദിച്ചാലേ അറിയാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ ശരിയായിട്ടുള്ള സേവനമായിരിക്കില്ല ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ തൃപ്തിയില്ലാതെ വരുന്നത്, അല്ലേ? പക്ഷേ ഭഗവാന്റെ സേവയിൽ നമ്മൾ ഏർപ്പെട്ട് കഴിഞ്ഞാല് നമുക്ക് ഭയങ്കര സംതൃപ്തിയും ഭയങ്കര സന്തോഷവും ആനന്ദവുമായിരിക്കും. അതാണ് അതിന്റെ വ്യത്യാസം, അല്ലെ? നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ, മറ്റുള്ള സേവനങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണ്, ഭൗതിക നിലയിലാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് ആത്മീയമായിട്ട് നിലയിൽ ഭഗവാന് വേണ്ടി ചെയ്യുമ്പോൾ അതിന്റെ ഒരു സുഖം വേറെയാണ്, അതിന്റെ ഒരു ആനന്ദം, പരമാനന്ദം വേറെയാണ്, അല്ലെ? അവിടെ മാത്രമേ നമുക്ക് ആനന്ദം കിട്ടുന്നുള്ളൂ. നമ്മൾ ഇനി വേറെ എവിടെ ആനന്ദം തപ്പി നടന്നു കഴിഞ്ഞാലും അത് നമുക്ക് കിട്ടത്തില്ല. കാര്യം എന്താണ്? ഏഹ് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ, ഇത് അശാശ്വതമാണ്, ഇവിടെ സുഖം കിട്ടില്ല, ഇവിടെ കഷ്ടകാലം, വിഷമങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പറഞ്ഞിട്ടില്ലേ? ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? ഈ ഈ ഈ ഈ ഭൂമിയിൽ. എന്നിട്ടാണ് നമ്മൾ ഇവിടെ കിടന്ന് ആനന്ദം തപ്പി നടക്കുന്നത്. ഒരിക്കലും കിട്ടത്തില്ല. ഇല്ലാത്ത കാര്യം നമുക്ക് ഇങ്ങനെ കിട്ടാൻ പറ്റും, അല്ലെ? അപ്പോ അതിന് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ രാജ്യത്ത് എന്താണ്, ഫോർ എക്സാമ്പിൾ മഹാത്മാഗാന്ധി, അല്ലെ? ഒരുപാട് സേവ ചെയ്ത ഒരാളാണ് മഹാത്മാഗാന്ധി. പക്ഷെ അദ്ദേഹത്തിന് അവസാനം എന്താ കിട്ടിയത്? തിരിച്ചു കിട്ടിയത് സ്വന്തം നാട്ടുകാരൻ തന്നെ, അല്ലെ, കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പൊ അതാണ്, നമ്മൾ ഭൗതികമായിട്ട് എന്തെങ്കിലും സേവ ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം അതായിരിക്കും. ഇപ്പൊ നമ്മൾ ആർക്കെങ്കിലും കുറച്ച് സഹായം ചെയ്ത് നോക്കും, അവർ നമ്മളെ ശത്രുക്കളാവില്ലേ പിന്നീട്, അല്ലേ? അവർ നമ്മളെ കണ്ടാൽ പിന്നെ മിണ്ടാതെ പോകും. ഏഹ് അതാണ് ഭൗതികത. നേരെ മറിച്ച് നമ്മൾ ഭഗവാന് ആത്മീയമായിട്ടുള്ള രീതിയിലുള്ള സേവയാണ് ചെയ്യുന്നതെങ്കിൽ അതെല്ലാം നമ്മുടെ എന്താണ്, വൈകുണ്ഠ ബാങ്കിൽ കയറും, അല്ലെ? നമ്മൾ വൈകുണ്ഠ ബാങ്ക് പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാമല്ലോ വൈകുണ്ഠ ബാങ്ക് എന്താ, അല്ലെ? നമ്മൾ വൈകുണ്ഠ ബാങ്കിലേക്ക് നിക്ഷേപിക്കുകയാണ് ചെയ്യേണ്ടത് പലതും. അപ്പോ ഏതൊരു സേവ ചെയ്താലും ഭഗവാന് വേണ്ടി ചെയ്യുന്ന എല്ലാ സേവയുടെയും ഫലം ആ വൈകുണ്ഠ ബാങ്കിലെത്തും. അത് ഒരിക്കലും നശിക്കില്ല. അത് എന്താണ്, നശ്വരമാണ്, അല്ലെ? അതായത് നശിക്കാത്തതാണ്, അനശ്വരമാണ്. അപ്പൊ അത് നമ്മൾ ഇനി എത്ര ജന്മം എടുത്താലും അത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അതാണ് സേവ. നമ്മളിപ്പോ അതിനു വേണ്ടിയല്ല സേവ ചെയ്യുന്നത്, പക്ഷെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം, അല്ലെ? അപ്പൊ എന്നാൽ ഉം, നമ്മള് എന്താണ്, ഇത് ഭൗതിക ലോകം. നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ സുഹൃത്തിന്, ആർക്കെങ്കിലും നമ്മൾ എങ്ങനെ സേവനം ചെയ്താലും നമുക്ക് ഒരിക്കലും തൃപ്തി വരില്ല. പകരം പക്ഷെ അവരെയൊക്കെ അവിടെയൊക്കെ അസംതൃപ്തനാവുകയാണ് ചെയ്യുന്നത്, അല്ലെ? ഇതാണ് ഭൗതിക ലോകം. അതുകൊണ്ട് ആരെയും സേവിക്കുക എന്നതാണ് എന്റെ തൊഴിൽപരമായ കടമ. പക്ഷെ ആരെങ്കിലും തൃപ്തിപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. ഇതാണ് ഭൗതിക ലോകം. നമ്മൾ സേവനം ചെയ്തുകൊണ്ടേയിരിക്കണം, എന്നാൽ നമ്മൾ സേവനം നൽകുന്ന വ്യക്തിയെ ഒരിക്കലും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. ഇതാണ്. അപ്പോൾ എന്താണ് പോരായ്മ? പലതരത്തിൽ അസ്ഥാനത്തായ പരമേശ്വരനെ സേവിക്കുക എന്നതാണ് എന്റെ ജോലി, എന്നതാണ് പോരായ്മ. എന്റെ സമൂഹത്തിനും, എന്റെ സുഹൃത്തിനും, എന്റെ 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 രാജ്യത്തിനും അങ്ങനെ പലതരത്തിൽ ഞാൻ സേവനം ചെയ്യുന്നു. അത് അസ്ഥാനത്താണ്. കൃഷ്ണനെ അല്ലെങ്കിൽ ദൈവത്തെ സേവിക്കുക എന്നതാണ് നമ്മുടെ കടമ. പക്ഷെ അത് അസ്ഥാനം, അല്ലെ? അത് എന്താണ്, ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എല്ലാവരും പറയുന്നത് മാനവ സേവ, മാധവ സേവ എന്നാണ്. ഒരിക്കലും അല്ല. മാധവ സേവ മാധവ സേവയാണ്. അവർക്ക് മാനവ സേവയ്ക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം കൊണ്ട് കൊടുക്കുക. യാരിदेखो താരേക്കഹോ കൃഷ്ണ ഉപദേശ്, അല്ലെ? താൽക്കാലികമായിട്ടുള്ള ആനന്ദം എല്ലാവർക്കും വേണ്ട, സുഖം എല്ലാവർക്കും വേണ്ട. ഈ ലോകത്തു നിന്ന് തന്നെ രക്ഷപ്പെടാനായിട്ട്, അല്ലെ, ഈ ജന്മ മൃത്യു ജരാവ്യാധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മരുന്ന് വേണം നമ്മൾ കൊടുക്കാൻ, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. എന്തിനാ വരുന്നത്? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. അവിടെ വീണ്ടും ധർമ്മം പുനഃസ്ഥാപിക്കാനാണ് വരുന്നത്. എന്താണ് ആ ധർമ്മം? സേവനം നൽകാൻ, അല്ലെ? സേവനം ചെയ്യുന്നതിൽ പൊരുത്തക്കേടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ സേവനം ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിക്കാൻ ഭഗവാൻ വരുന്നു, അല്ലെ? അതിനാൽ നമ്മൾ നിരവധി സേവന പ്ലാറ്റ്ഫോം സൃഷ്ടിച്ചിട്ടുണ്ട്. അവർ നമുക്ക് സംതൃപ്തി നൽകുന്നില്ല, അല്ലെ? വ്യക്തിക്കോ എനിക്കോ, അല്ലെ, ആർക്കും തന്നെ കിട്ടുന്നില്ല. അതുകൊണ്ട് അത് തിരുത്താൻ കൃഷ്ണൻ വരും. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. ഇതാണ് ഗ്ലാനി, സേവനം അസ്ഥാനത്താണ്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ, അല്ലെ? വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആർക്കും പോയി സറണ്ടർ ചെയ്യേണ്ട ആവശ്യമില്ല. ആർക്ക് സറണ്ടർ ചെയ്യണം? നിങ്ങൾ എന്നിൽ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഈ 18ാമത്തെ അധ്യായത്തിൽ പറയുന്നതാണ്. അതാണ് ഇതിന്റെ ഭഗവത്ഗീതയുടെ ചുരുക്കം. എന്താണ്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. ഇത്രയും കാര്യം 700 ശ്ലോകവും ഭഗവാൻ, അല്ലെ,
എന്താണ് അർജുനന് പറഞ്ഞു കൊടുത്തത്. 700 ശ്ലോകം ഭഗവാൻ അല്ല പറഞ്ഞത്. എന്നാലും അല്ല, അതിന്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ ഈ ശ്ലോകങ്ങളൊക്കെ പറഞ്ഞ എന്തിനാണ്? ഇതിനു വേണ്ടിയാണ്. ഈ 66-ാമത്തെ ശ്ലോകത്തിന് വേണ്ടിയാണ്. എന്താണ്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. അതാണ് സേവനം, അല്ലെ? അതാണ് നമുക്ക് ആവശ്യം. മറ്റെല്ലാ സേവനങ്ങളും, അല്ലെ, ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്, ഉപയോഗശൂന്യമാണ്. നമ്മൾ മഹാത്മാഗാന്ധിയുടെ ഉദാഹരണം എടുത്താൽ മതി, അല്ലെ? അദ്ദേഹം എന്ത് ആത്മാർത്ഥമായിട്ടാണ് ആ ജോലി ചെയ്തത്, പക്ഷെ അത് അംഗീകരിച്ചില്ല, അല്ലെ? ആൾക്കാർ അംഗീകരിച്ചില്ല. അവസാനം അദ്ദേഹത്തിന് സ്വന്തം ജീവൻ തന്നെ അപകടത്തിലാക്കി. അതാണ് ഭൗതിക സേവനത്തിന്റെ ഫലം. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഇത്തരത്തിലുള്ള സേവനങ്ങൾ നമ്മൾ ഒരിക്കലും തൃപ്തിപ്പെടുത്തുകയില്ല. ഒരു പാർട്ടിയും തൃപ്തിപ്പെടുത്തുകയില്ല. നമ്മൾ ഈ തെറ്റായ ഇടപെടലുകളെല്ലാം ഉപേക്ഷിക്കുക. എനിക്ക് എന്താണ്, എന്തുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്? എന്താണ്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. എല്ലാ ധർമ്മങ്ങളും വിട്ടിട്ട്, മറ്റുള്ള ധർമ്മങ്ങളെല്ലാം വിട്ടിട്ട് എന്നിൽ ശരണം പ്രാപിക്കുക, അല്ലെ? എന്നെ സേവിക്കുക എന്നുള്ളത്. ഏഹ് പക്ഷെ നമ്മൾ എന്ത് പറയും? ഇല്ല, 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 എനിക്ക് പാപകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും, അല്ലെ? ഞാൻ മറ്റുള്ളവരെയൊക്കെ സേവിച്ചുകൊണ്ടിരിക്കും. അഹം ത്വം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി. ഞാൻ നിങ്ങൾക്ക് സംരക്ഷണം നൽകുമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. വിഷമിക്കണ്ട, അല്ലെ? ഇതാണ് ഭഗവത്ഗീതയിലെ പ്രബോധനത്തിന്റെ ആകെത്തുക. നമ്മളത് പഠിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതം സഫലമാകും. ഭഗവാൻ എന്താ പറഞ്ഞ അവിടെ? അഹം ത്വം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി. നിന്റെ എല്ലാ പാപങ്ങളും ഞാൻ എടുത്തു കളഞ്ഞിട്ട് നിനക്ക് ഞാൻ മോക്ഷം നൽകും. വിഷമിക്കണ്ട, നീ ധൈര്യമായിട്ടിരിക്കൂ, എന്നെ വിശ്വസിക്കൂ എന്ന് ഭഗവാൻ എടുത്തെടുത്ത് പറയാം. എന്ത് കാര്യത്തിലും നമുക്ക് സേവ ചെയ്യാൻ പറ്റും, അല്ലെ? എല്ലാ സ്ഥാനങ്ങളിലും നമുക്ക് കൃഷ്ണനെ സേവിക്കാം. അതാണ് ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നത്. ഇവിടെ എന്താ പറഞ്ഞ? സ്വേ സ്വേ കർമ്മണ്യ ഭിരത, അല്ലെ? സ്വേ സ്വേ കർമ്മണി അഭിരത എന്നാണ്. നമ്മളൊരു ഡോക്ടർ ആയിരിക്കാം, അല്ലെ? നമ്മൾ അവിടെ സേവ ചെയ്യുന്നു. നമ്മളവിടെ എന്താണ്, രോഗികളെയൊക്കെ ചികിത്സിക്കുമ്പോഴും രോഗികളെയൊക്കെ പരിശോധിക്കുമ്പോഴും അവർക്ക് മരുന്ന് എഴുതി കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് ഭഗവാനെ സേവിച്ചൂടെ? കാര്യം എന്താണ്? നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞിട്ടാണ് ആ രോഗികളെ സേവിക്കുന്നതെങ്കിൽ, അല്ലെ, നമ്മൾ ഭഗവാനെ സേവിക്കുകയാണ്, അല്ലെ? അതിനോടൊപ്പം ആ രോഗികൾക്കും അതിന്റെ പ്ലസ് പോയിന്റ് കിട്ടണം, അതിന്റെ അഡ്വാൻറ്റേജ് കിട്ടണം, അല്ലെ? ചിലപ്പോൾ നമ്മളൊരു ബിസിനസ്സുകാരനായിരിക്കാം, സ്വേ സ്വേ കർമ്മണി, അല്ലെങ്കിൽ നമ്മൾ എഞ്ചിനീയർ ആയിരിക്കാം. എന്ത് ചെയ്താലും, എന്ത് ജോലി ചെയ്താലും അവിടെയൊക്കെ നമ്മൾ ഭഗവാന്റെ സ്മരണ ഉണ്ടെങ്കിൽ, ഭഗവാനെ നമ്മൾ മുൻനിർത്തുകയാണെങ്കിൽ, അല്ലെ, അതാണ് ധർമ്മം, അതാണ് നമ്മുടെ ധർമ്മം. അതുകൊണ്ടാണ് സ്വേ സ്വേ കർമ്മണി അഭിരത സംസിദ്ധിം ലഭതേ നര. അങ്ങനെയുള്ള ആൾക്ക് മാത്രമാണ് പൂർണ്ണനാകാൻ പറ്റുന്നത്. സംസിദ്ധി ലഭതേ നര. സ്വകർമ്മ നിരത സിദ്ധി യഥാ വിദ്ധതി തശ്രണു. എന്നിട്ടാണ് ഭഗവാൻ പറയുന്നത്, ഞാൻ വിശദീകരിച്ചു തരാം, അല്ലെ? ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വിശദീകരിച്ചു തരാമെന്ന് അടുത്ത ശ്ലോകം തുടങ്ങാം. അപ്പൊ ഇപ്പോൾ സ്വകർമ്മ, തീർച്ചയായും ഇപ്പോൾ നമുക്ക് പല തരത്തിലുള്ള കർത്തവ്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. എന്നാൽ വേദനാഗരികതയിൽ സാമൂഹ്യ, അല്ലെ, ആത്മീയ പ്രബുദ്ധതയുടെ 4 വിഭാഗങ്ങളുണ്ട്. അതിന്റെ വർണ്ണമെന്നും ആശ്രമമെന്നും വിളിക്കുന്നു. 4 വർണ്ണങ്ങൾ. എന്നാൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ ഇതൊരു സാമൂഹിക ക്രമീകരണമാണ്. നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്, അല്ലെ? ഈ എന്താണ് വർണ്ണാശ്രമങ്ങൾ. എന്തൊക്കെ വർണ്ണങ്ങളാണുള്ളത്, അല്ലെ? ബ്രഹ്മചാരി, സോറി, എന്താണ്, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് സാമൂഹ്യമായിട്ടുള്ള ക്രമീകരണം നടത്തിയിരുന്നത്. പിന്നെയോ, അത് കഴിഞ്ഞാൽ പിന്നെ ആശ്രമങ്ങൾ എന്താണ്? ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥം, സന്യാസം. അതിനാൽ നമ്മൾ ഹിന്ദുവായി അറിയപ്പെടുന്നു, അല്ലെ? നമ്മളെ ഹിന്ദുവായി പരസ്യപ്പെടുത്തുന്നു. ഈ യഥാർത്ഥത്തില് ഹിന്ദു എന്നും പറഞ്ഞൊരു വാക്ക് ഈ വേറെ സാഹിത്യത്തിലില്ല, വൈദിക സാഹിത്യത്തിലില്ല. പിന്നെ ഈ ഹിന്ദു എങ്ങനെ വന്നു? ഹിന്ദു എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്, അല്ലേ? അപ്പൊ നമ്മൾ വിചാരിക്കും, അയ്യേ, പിന്നെ നമ്മളൊക്കെ എന്തു പറയും? ഹിന്ദു എന്നല്ലേ പറയുന്നത്, നമ്മളെല്ലാവരും ഹിന്ദുക്കളല്ലേ എന്നാ വിചാരിക്കുക, അല്ലെ? നമ്മൾ ആരും ഹിന്ദുക്കളൊന്നുമല്ല. ഈ അറബികൾ പണ്ട് നമ്മളെ നാടും കോഴിക്കോട് നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ ഈ അറബി രാജ്യങ്ങളിൽ പോയിട്ട് എന്താണ് അവര് വ്യാപാരം ചെയ്യുമായിരുന്നു. പണ്ട് 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 പണ്ട്, അല്ലെ? ഈ എന്താണ് ബോട്ടിലൊക്കെ പോയിട്ട് എന്താണ് വ്യാപാരം ചെയ്യുമായിരുന്നു. നമുക്കുള്ളതൊക്കെ അവിടെ കൊണ്ട് കൊടുക്കും, നമുക്കില്ലാത്തതൊക്കെ അവിടെ നിന്ന് മേടിച്ചിട്ട് വരുമായിരുന്നു. മനസ്സിലായി? അന്ന് വ്യാപാരം ഒത്തിരി ചെയ്യുമായിരുന്നു. അപ്പോ ഈ അറബി രാജ്യക്കാരൊക്കെ പറഞ്ഞിരുന്നത്, ഈ സിന്ധു നദിയുടെ അപ്പുറത്ത് ജീവിക്കുന്ന ആൾക്കാർ, അങ്ങനെയാണ് നമ്മളെ ഇന്ത്യക്കാരെ വിളിച്ചിരുന്നത്. അങ്ങനെയാണ് സിന്ധു, അവർക്ക് സിന്ധു നദിയാണ്, അവർക്ക് സാ വരില്ല.
അറബികൾക്ക് സാ വരില്ല, അവർക്ക് അങ്ങനെ പലതും പ്രൊണൗൺസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവരുടേതായ ഭാഷ നമ്മൾ കേട്ട വളരെ രസമാണ്. നമ്മൾ പറയുന്ന പോലെ നമ്മൾ മലയാളം അവർക്ക് ഒരിക്കലും പ്രൊണൗൺസ് ചെയ്യാൻ പറ്റില്ല. സാ വരില്ല അവർക്ക്. അപ്പൊ ആ സായ്ക്ക് പകരം അവർ ഹായ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ സിന്ധു എന്ന് പറയുന്നതിന് പകരം ഹിന്ദു, അല്ലെ? അപ്പൊ അപ്പുറത്തുള്ള സിന്ധുക്കൾ, ഹിന്ദുക്കൾ അവരാണ് ഹിന്ദു ആക്കിയത്. അപ്പൊ ശരിക്കും പറഞ്ഞ ഈ അറബി ഭാഷക്കാരാണ് നമുക്ക് ഹിന്ദു എന്ന് പേരിട്ടത്, അല്ലെ? അല്ല, നമ്മളല്ല. അപ്പൊ നമ്മളെ അങ്ങനെയാണ് അവര് ഹിന്ദുവായി അറിയപ്പെട്ടത്, അല്ലെ? ഇപ്പൊ മുഹമ്മദന്മാരാണ്, അല്ലെ? റബികളാണ് മുഹമ്മദന്മാരാണ് നമുക്ക് അങ്ങനെ ഒരു ഹിന്ദു എന്നുള്ളൊരു പേരിട്ടത്. ഓക്കെ. ആ ഉം, യഥാർത്ഥത്തിൽ നമ്മുടെ ധർമ്മം വർണ്ണാശ്രമ ധർമ്മമാണ്. 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളും, അതാണ് യഥാർത്ഥ നാമം, വർണ്ണാശ്രമ ധർമ്മം. മുഴുവൻ വൈദിക സംസ്കാരവും വർണ്ണാശ്രമ ധർമ്മത്തെ ആശ്രയിച്ചിരിക്കുന്നു. എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളും ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാവർക്കും. അല്ലേ? ഭഗവാൻ ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രമുള്ളവരല്ല. ഭഗവാൻ ഈ ലോകത്തുള്ള എല്ലാ സരാചരങ്ങളും അദ്ദേഹത്തിൻ്റെതാണ്, അല്ലെ? എല്ലാം അദ്ദേഹത്തിന്റെ മക്കളാണ്, അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളാണ്. ഉം. അപ്പൊ ഈ 4 വർണ്ണങ്ങൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അത് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ബ്രാഹ്മണൻ, അല്ലെ? ആദ്യത്തെ വർണ്ണൻ ബ്രാഹ്മണനാണ്. ബ്രാഹ്മണൻ വർണ്ണങ്ങളുടെ തലവനാണ്. സാമൂഹിക ക്രമീകരണം, അതുകൊണ്ട് ബ്രാഹ്മണേ ഒന്നാമതായി പറയുന്നത്. ചാതുർവർണ്ണ്യമായ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. ചാതുർവർണ്ണം, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, 4. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. അവരെ ഗുണവും പ്രവർത്തനവും അനുസരിച്ച് ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒരാളെ നിയുക്തമാക്കിയിരിക്കുന്നു. ഇതാ ഒരു എഞ്ചിനീയർ. ഈ എഞ്ചിനീയർ ജന്മാവകാശം കൊണ്ടല്ല, അല്ലെ? ഫോർ എക്സാമ്പിൾ, ഒരു ഡോക്ടറുടെ മകൻ ഡോക്ടർ ആവൂ, പഠിക്കാതെ MBBS ഒന്നും പോകാതെ, അല്ലെ? എന്റെ അച്ഛൻ ഡോക്ടറാണ്, അതുകൊണ്ട് ഞാനും ഡോക്ടർ എന്ന് ഒരു കുട്ടിക്ക് പറയാൻ പറ്റും? ഒരു എഞ്ചിനീയറുടെ മകന് എഞ്ചിനീയർ ആവാൻ പറ്റും, അല്ലെ? എന്റെ അച്ഛൻ എഞ്ചിനീയർ ആയതുകൊണ്ട് എനിക്ക് എഞ്ചിനീയറുടെ ജോലി തരണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആ, 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 ഏതെങ്കിലും ഒരു 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 ആള് വന്നു കഴിഞ്ഞാൽ അവർക്ക് ജോലി കൊടുക്കോ? ഇല്ല. അതാണ് അവരുടെ കർമ്മം കൊണ്ടാണ് അവര് എന്താണ് എഞ്ചിനീയർ ആവുന്നത്, അല്ലെങ്കിൽ കർമ്മം കൊണ്ടാണ് അവർ ഡോക്ടർ ആവുന്നത്. അതുപോലെയാണ് ഇവിടെ വർണ്ണാശ്രമങ്ങൾ, അല്ലെ? വർണ്ണങ്ങൾ. അപ്പൊ ജന്മാവകാശം കൊണ്ടല്ല, അല്ലെ? ആ യോഗ്യത നമുക്കുണ്ടാവണം. ഇപ്പോൾ എഞ്ചിനീയർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടണം, എഞ്ചിനീയർ എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണം. ഡോക്ടർ ആണെങ്കിൽ MBBS പഠിച്ചിട്ട് നമുക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടണം. അതാണ് ക്വാളിഫിക്കേഷൻ. ആ ക്വാളിഫിക്കേഷൻ ആക്കിയവർ മാത്രമേ, അല്ലെ, ആ യോഗ്യത ഉണ്ടായിരുന്നാൽ മാത്രമേ അവർക്ക് എഞ്ചിനീയർ എന്നോ ഡോക്ടർ എന്നോ പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടെ എന്താണ് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും, അല്ലെ? അവരുടെ ആ എന്താണ് ക്വാളിറ്റി, അല്ലെങ്കിൽ ആ ഗുണം അവർക്ക് ഉണ്ടാവും. ആ ഗുണം ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെ, ആ കർമ്മവും ഗുണവും പ്രവർത്തനവും ഉണ്ടാവും, അല്ലെ? ഉം. അപ്പൊ അതാണ് അവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. മാം ഉപേക്ഷ്യ പുനർജന്മ ദുഃഖാലയം അശാശ്വതം നാപ്നുവന്തി മഹാത്മന സംസിദ്ധിം പരമം ഗത. സംസിദ്ധിം പരമം ഗത. അപ്പോൾ എനിക്ക് ഗുണങ്ങളുണ്ട്, പക്ഷെ ഞാൻ അത് പരിശീലിക്കുന്നില്ല. ഞാൻ വൈദ്യപരിശോധനയിൽ വിജയിച്ചു എന്ന് കരുതി, പക്ഷെ ഞാൻ പരിശീലിക്കുന്നില്ല. അതായത് നമ്മൾ ഡോക്ടർ MBBS പഠിച്ചു, പാസ്സായി, പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഒരു 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 ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിലോ പോയിരുന്ന് ആൾക്കാരെ നോക്കുന്നില്ല, അല്ലേ? ഉപയോഗമുണ്ട്. അപ്പോൾ ഞാൻ മെഡിക്കൽ പ്രാക്ടീഷണറായി അറിയപ്പെടും, അല്ലേ? രോഗിയെ സുഖപ്പെടുത്തി കഴിഞ്ഞാൽ, അല്ലേ? പക്ഷെ ഞാൻ പരിശീലിക്കുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിലോ ആരെങ്കിലും എന്നെ ഡോക്ടർ എന്ന് വിളിക്കോ? നമ്മളെ ഡോക്ടർ എന്ന് വിളിക്കോ? ഇല്ല. ആർക്കും അറിയത്തില്ല, അല്ലേ? അപ്പൊ അതാണ് ഗുണകർമ്മ വിഭാഗശ. ഗുണം മാത്രമല്ല, പരിശീലനവും. അപ്പോൾ എന്താണ് ഗുണങ്ങൾ? ഭഗവത്ഗീതയിൽ ഗുണങ്ങൾ വിവരിച്ചിരിക്കുന്നു. എല്ലാം അവിടെയുണ്ട്. ലളിതമായി നാം അത് നന്നായി പഠിക്കുകയും നന്നായി മനസ്സിലാക്കുകയും വേണം. അപ്പോൾ മനുഷ്യ സമൂഹം മുഴുവൻ സമാധാനത്തിലായിരിക്കും. അവർ ഈ ജന്മത്തിൽ മാത്രമല്ല അടുത്ത ജന്മത്തിൽ പുരോഗതി പ്രാപിക്കും. അതിനാൽ സംസിദ്ധി ലഭതേ നര എന്ന് പറയുന്നു. സ്വേ സ്വേ കർമ്മണി നിരത സംസിദ്ധി ലഭതേ നര എന്നാണ്, അല്ലെ? എന്താണ് സംസിദ്ധി? മാം ഉപേത്യ പുനർജന്മ ദുഃഖാലയമശാശ്വതം നാപ്നുവന്തി മഹാത്മന സംസിദ്ധിം പരമം ഗതി. അതാണ് സംസിദ്ധി. സംസിദ്ധിയുടെ അർത്ഥം ജീവിതത്തിന്റെ പൂർണ്ണത എന്നാണ്. ഈ ശരീരം, അല്ലെ, ഉപേക്ഷിച്ചതിന് ശേഷം അടുത്ത ജന്മത്തിൽ നാം പ്രവർത്തിക്കും. ഈ ശരീരം നാം ഉപേക്ഷിക്കണം. പക്ഷെ, അല്ലെ, ഉപേക്ഷിക്കുമ്പോ എങ്ങനെ ഉപേക്ഷിക്കണം? പട്ടികളെയും പൂച്ചകളെയും പോലെ ഉപേക്ഷിച്ചാൽ പോലെ, അല്ലെ? അവരും മരിക്കുന്നു, നമ്മളും മരിക്കുന്നു. അതുപോലെ മരിച്ചാൽ പോലെ, അതുപോലെ ഉപേക്ഷിച്ച പോലെ.
അതുകൊണ്ട് അതാണ് നമ്മുടെ ജീവിത പരാജയം എന്ന് പറയുന്നത്. അല്ലേ? നമുക്ക് ഈ മനുഷ്യജന്മം ദുർലഭം, മനുഷ്യജന്മം തദപി അധ്രുവം അർത്ഥതം എന്നാണ് പറയുന്നത്. എന്നാണ് ആര് പറഞ്ഞത്? പ്രഹ്ലാദ് മഹാരാജ് പറഞ്ഞു. ദുർലഭം, ഇത് വളരെ എന്താണ് കഷ്ടപ്പാടാണ് ഈ മനുഷ്യജന്മം കിട്ടുക എന്ന് പറയുന്നത്. വളരെ ദുർലഭമാണ് ഈ മനുഷ്യരൂപം. അല്ലേ? ദു എന്ന് പറഞ്ഞാല് ബുദ്ധിമുട്ടുന്നതാണ്. ലഭം എന്ന് പറഞ്ഞാൽ നേടിയത്. ലാഭം എന്ന് പറയില്ല, ലാഭം, നേടിയത്. അപ്പോ വളരെ ബുദ്ധിമുട്ടി നേടിയതാണ് ഈ മനുഷ്യജന്മം. കോടാനുകോടി വർഷങ്ങളുടെ പുണ്യം കൊണ്ടാണ് നമുക്ക് എന്താണ് ഒരു മനുഷ്യജന്മം കിട്ടുന്നത്. അങ്ങനെ കോടാനുകോടി ജന്മങ്ങളുടെ പുണ്യം കൊണ്ട് കിട്ടാത്ത ഒരു കാര്യമാണ് ഭക്തി എന്ന് പറയുന്നത്. അല്ലെ? കോടാനുകോടി ജന്മങ്ങളുടെ പുണ്യം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഭക്തി കിട്ടണമെന്നില്ല, മനുഷ്യജന്മം കിട്ടും. അല്ലെ? അപ്പൊ നമ്മൾ ഭക്തരായിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഹരികൃഷ്ണ മഹാമന്ത്രം പറയാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്തുമാത്രം നന്മ ചെയ്തിട്ടുണ്ടാവണം എന്നാലോചിക്കുക. എത്രയോ കോടി ജന്മങ്ങളിൽ നമുക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല, നമുക്ക് അതിനെക്കുറിച്ച് ഓർമ്മയില്ല. അല്ലേ? പക്ഷെ നമ്മൾ ഈ ജന്മം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് കാര്യക്ഷമതയോടുകൂടി ഉപയോഗിക്കുകയാണ് വേണ്ടത്. എത്രയും പെട്ടെന്ന് ഈ ജന്മത്തിൽ തന്നെ നമുക്ക് തിരിച്ച് ഗോലോക വൃന്ദാവനത്തിൽ, ഭഗവത് ധാമത്തിൽ എത്താൻ വേണ്ടി വേണം നമ്മൾ ശ്രമിക്കാനായിട്ട്. അതെ. അതല്ല എങ്കിൽ നമുക്ക് കിട്ടിയ ഈ അസുലഭ മുഹൂർത്തം, അല്ലെങ്കിൽ അസുലഭ എന്താണ് സന്ദർഭം, നമ്മൾ വെറുതെ പാഴാക്കി കളയണമെന്നാണ്. അല്ലേ? ഉം. അപ്പോ ആ, നമുക്ക് ഈ മനുഷ്യർ നോക്കി, പ്രകൃതിയെ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ. നമ്മൾ പ്രകൃതിയുടെ നിയമങ്ങളാൽ നയിക്കപ്പെടും. അതിനാൽ ഈ മനുഷ്യ ജീവിതം വളരെ ദുർലഭമാണ്, വളരെ അപൂർവമായി മാത്രമേ ലഭിക്കൂ. അല്ലെ? ദുർലഭം മനുഷ്യം ജന്മം. കൗമാര ആചരേത് പ്രജ്ഞൗ ധർമാൻ ഭാഗവതനിഹ ദുർലഭം മനുഷ്യം ജന്മ തബി അധ്രുവം അർത്ഥതം. ഇത് പ്രഹ്ലാദ് മഹാരാജാവിന്റെ പതിപ്പാണ്. ശ്രീമദ് ഭാഗവതത്തില് 7-ാമത്തെ സ്കന്ധത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് പ്രഹ്ലാദ് മഹാരാജ്. അല്ലെ? തന്റെ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ അദ്ദേഹം കൃഷ്ണാബോധം പ്രസംഗിക്കുകയായിരുന്നു. ആരുടെ മകനാണ്? ഹിരണ്യകശിപു, രാക്ഷസന്റെ മകനാണ്. അല്ലെ? വളരെ ദുഷ്ടനായിട്ടുള്ള രാക്ഷസന്റെ മകനാണ്. ഹരി എന്ന് പറയുന്ന ആളിനെ കൊല്ലാൻ നടക്കുന്ന ആളാണ് ആര്? ഹിരണ്യകശിപു. ജനിച്ചപ്പോ തൊട്ട്. അല്ലെ? ആ ഹിരണ്യകശിപുവിന്റെ എന്താണ് ആ രാക്ഷസന്റെ അതാണ് അദ്ദേഹത്തിന്റെ പിതാവ്. ആര്? നമ്മുടെ പ്രഹ്ലാദന്റെ പിതാവ്. ആ കുടുംബത്തിലാണ് ജനിച്ചത്. അല്ലെ? അവിടെ ജനിച്ചതുകൊണ്ട് എന്ത് സംഭവിച്ചു? കൃഷ്ണ എന്ന് ഉച്ചരിക്കാൻ പാടില്ല. ആ രാജ്യത്തെ ഉച്ചരിക്കാൻ പാടില്ല. ഏഹ് അവര് ഹിരണ്യായ നമഃ എന്നാണ് എന്നാണ് എന്താണ് ജപിക്കേണ്ടത്. അല്ലെ? അപ്പൊ 5 വയസ്സുള്ള തന്റെ ചെറിയ സുഹൃത്തുക്കളെ വിളിച്ച് അദ്ദേഹം ഈ ഭാഗവത ധർമ്മം പ്രസംഗിക്കും. കൂട്ടുകാർ പറയും, എന്റെ പ്രിയപ്പെട്ട പ്രഹ്ലാദ, നമ്മളിപ്പോൾ കുട്ടികളാണ്. ഈ ഭാഗവത ധർമ്മം കൊണ്ട് എന്ത് പ്രയോജനം? നമുക്ക് കളിക്കാം, വാ നമുക്ക് പോയിട്ട് കളിക്കാന്ന് പറഞ്ഞു. അല്ലേ? അപ്പൊ പ്രഹ്ലാദൻ എന്ത് പറഞ്ഞു? ഇല്ല. പ്രഹ്ലാദൻ പറഞ്ഞു, ഇല്ല, കളിക്കാൻ പറ്റില്ല. അല്ലെ? കൗമാര ആഗരേ പ്രജ്ഞോ ധർമ്മൻ ധർമ്മൻ ഭാഗവതം ഇഹ ദുർലഭം മനുഷ്യജന്മം. അപ്പോഴാണ് പ്രഹ്ലാദ് മഹാരാജ് ഇത് പറഞ്ഞത്. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, എന്റെ കൂട്ടുകാരെ, കൃഷ്ണനെ വളർത്തിയെടുക്കാൻ നമുക്ക് അത് മാറ്റിവെക്കണമെന്ന് പറയരുത്. നമുക്ക് ഭഗവാനെ കുറിച്ച് അറിയുന്ന കാര്യം മാറ്റിവെക്കണമെന്ന് പറയരുത്. കാര്യം എന്താണ്? ഇത് ഭയങ്കര ദുർലഭമായിട്ട് കിട്ടുന്നതാണ്. നാം എപ്പോൾ മരിക്കുമെന്ന് നമുക്കറിയില്ല. അടുത്ത മരണത്തിന് മുമ്പ് നാം ഈ കൃഷ്ണാബോധ വിദ്യാഭ്യാസം പൂർത്തിയാക്കണം. അല്ലെ? അപ്പൊ നമുക്കൊരു മനുഷ്യജന്മം കിട്ടിയിരിക്കണം. അല്ലെ? ഈ ജന്മത്തിൽ മാത്രമേ നമുക്ക് വായിക്കാനും പഠിക്കാനും, അല്ലെ, കേൾക്കാനും മനസ്സിലാക്കാനും എന്താണ് അത് അനലൈസ് ചെയ്യാനും ഒക്കെ സാധിക്കുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് ഈ ജന്മത്തിൽ തന്നെ ഈ മരണത്തിന് മുമ്പേ തന്നെ നമ്മൾ ഇതെല്ലാം പൂർത്തിയാക്കണം. എന്ത്? കൃഷ്ണാബോധ വിദ്യാഭ്യാസം പൂർത്തിയാക്കണം. അതാണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം. അല്ലാത്ത പക്ഷം നമുക്ക് അവസരം നഷ്ടപ്പെടുമെന്ന് ആര് പറഞ്ഞു? 5 വയസ്സുള്ള പ്രഹ്ലാദ് മഹാരാജ്. അല്ലെ? പ്രഹ്ലാദ് അദ്ദേഹത്തിന്റെ കൂട്ടുകാരായ 5 വയസ്സായിട്ടുള്ള ആൾക്കാരുടെ കുട്ടികളോട് പറഞ്ഞതാണ്. അല്ലെ? അതുകൊണ്ട് എല്ലാവരും എന്നേക്കും ജീവിക്കാൻ ആഗ്രഹിക്കണം. പക്ഷെ പ്രകൃതി അത് അനുവദിക്കില്ല. നമ്മൾ എന്താ വിചാരിക്കുക? നമ്മൾ ഒരിക്കലും മരിക്കില്ല. നമ്മളൊരു മരണ വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പൊ ചെറുതായിട്ട് ഒരു വേദന തോന്നും, നമ്മൾ ഒരു ദിവസം മരിക്കുമോ. പക്ഷെ വീട്ടിൽ വരുമ്പോൾ അതെല്ലാം മറന്നു. അല്ലേ? ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, എന്താണ്? എല്ലാവരും എന്നേക്കും ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ പ്രകൃതി അത് അനുവദിക്കും. അതൊരു വസ്തുതയാണ്. നമ്മൾ വളരെ സ്വതന്ത്രമായി ചിന്തിച്ചിരിക്കാം. പക്ഷെ നമ്മൾ സ്വതന്ത്രരല്ല. നാം പ്രകൃതിയുടെ കർശന നിയമങ്ങൾക്ക് കീഴിലാണ്. അല്ലെ? ഒരു ചെറുപ്പക്കാരൻ ഇപ്പോ ഞാൻ വൃദ്ധനാവില്ല എന്ന് ശടിച്ചാല്, എന്ന് വാശി പിടിച്ചാല് അല്ലെ നടക്കും. ആ സമയമാകുമ്പോ തന്നെ അദ്ദേഹത്തിന്റെ എന്താണ് മുടിയൊക്കെ നരയ്ക്കും, മോഹമൊക്കെ ചുളിവ് വരും. അല്ലെ?
കൂനും ആരോഗ്യം ക്ഷയിക്കും, അസുഖങ്ങൾ പിടിക്കും, വടിയായിട്ട് നടക്കേണ്ടി വരും, അല്ലേ? മരുന്നും കഷായമായിട്ടൊക്കെ നടക്കേണ്ടി വരും. അങ്ങനെയൊക്കെ അതുണ്ടാവും. നമ്മൾ ഇനി എത്രയൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാലും, അല്ലേ, എത്രയൊക്കെ പൊന്നൊരുക്കി കഴിച്ചാലും നമുക്ക് അസുഖങ്ങൾ വരും, നമ്മൾ വയസ്സാകും, അല്ലേ? അപ്പൊ അതൊന്നും നമ്മുടെ കൺട്രോളിലല്ല. നമുക്ക് എല്ലാത്തിനും ലിമിറ്റേഷൻസ് ആണ്. അതെല്ലാം പ്രകൃതിയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, അല്ലേ? അതാണ് പ്രകൃതിയുടെ നിയമം. നമ്മൾ മരിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മൾ മരിച്ചു തന്നെ തീരണം. അതിനാൽ ഇത് പ്രകൃതിയുടെ നിയമമാണ്. ഉം. നമ്മൾ മൂഢന്മാരാണ്. പ്രകൃതിയുടെ നിയമം എന്താണെന്ന് നമുക്ക് പ്രായോഗികമായി അറിയില്ല, അല്ലെ? നേരത്തെ പറഞ്ഞല്ലോ, എന്താണ് പ്രകൃതിയെ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹം ഇതി മന്യതേ. അല്ലെ? അഹങ്കാരം പിടിച്ച വിമൂഢാത്മാക്കള് ഇതെല്ലാം ഞാനാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. പക്ഷെ ഇതാരാ ചെയ്യുന്നത്? പ്രകൃതി. ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങളാൽ എല്ലാം വലിച്ചെറിയപ്പെടും. എന്നിട്ടും നമ്മൾ വളരെ വിഡ്ഢികളുമായതിനാൽ, പരമവിഡ്ഢികളുമായതിനാൽ നമ്മൾ സ്വതന്ത്രമായി ചിന്തിക്കുന്നു. ഇത് നമ്മുടെ തെറ്റാണ്. ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നും പ്രകൃതി നമ്മെ എങ്ങനെ വഹിക്കുന്നുവെന്നും ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെ സ്വയം രക്ഷിക്കാമെന്നും നമുക്കറിയില്ല. ആശ്രിതത്വം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം പോലുള്ള ജീവിതത്തിന്റെ താൽക്കാലിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ നമ്മൾ തിരക്കിലാണ്. ഇതൊക്കെ താൽക്കാലിക പ്രശ്നങ്ങളാണ്. യഥാർത്ഥത്തിൽ നമ്മൾ സ്വതന്ത്രരല്ല. നാം പ്രകൃതിയുടെ നിയമങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. കുറച്ച് ദിവസത്തേക്ക് നമ്മൾ സ്വതന്ത്രരാണെന്ന് കരുതും. അത് സ്വാതന്ത്ര്യമല്ല. ഈ ഭൗതിക നിയമങ്ങളുടെ പിടിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം, അല്ലേ? അപ്പൊ ഈ ഭൗതിക പിടിയുടെ എന്താണ് ആ പിടിയിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്ന് വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്, അല്ലേ? അപ്പോ ഭഗവാൻ ഇവിടെ ഒരു പ്രശ്നം അവതരിപ്പിക്കുകയാണ്, അല്ലേ? നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അത് താൽക്കാലികമാണ്. യഥാർത്ഥ പ്രശ്നം എന്താണ് ഇവിടെ ഭഗവാൻ തന്നെ പറയുന്നത്? എന്താണ് നമ്മുടെ യഥാർത്ഥ പ്രശ്നം? എന്താണ്? നമ്മൾ വിചാരിക്കും, അയ്യോ ആ കാര്യം നടന്നാൽ അതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം, അതാണ് പ്രശ്നം, അയ്യോ അതാണ് പ്രശ്നം എന്നൊക്കെ നമ്മള് ആലോചിക്കും. പക്ഷെ ഇതൊന്നും അല്ല നമ്മുടെ പ്രശ്നം. പിന്നെ നമ്മുടെ പ്രശ്നം എന്താണ്? ഭഗവാൻ തന്നെ പറയുന്നത് എന്താണ്? ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖ ദോഷാനുദർശനം. 13-ാമത്തെ അധ്യായത്തില് പറയുന്നുണ്ട്, ഭഗവാൻ തന്നെ പറയുന്നത് എന്താ പറയുന്നത്? ജന്മ മൃത്യു ജര വ്യാധി ദുഃഖ ദോഷാനുദർശനം. എല്ലാം പോകാം, അല്ലെ? അറിവുള്ള ഒരു മനുഷ്യൻ യഥാർത്ഥ പ്രശ്നം എപ്പോഴും മുന്നിൽ സൂക്ഷിക്കണം. നമ്മൾ എപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കണം. ഇതെന്താണ്? ജനനം, മരണം, വാർദ്ധക്യം, രോഗം. ഇതാണ് നമ്മുടെ യഥാർത്ഥ പ്രശ്നം. അതിനാൽ മനുഷ്യ ജീവിതം ഈ 4 പ്രശ്നങ്ങൾ, ജനനം, മരണം, വാർദ്ധക്യം, രോഗം എന്നിവ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ളത്. അത് കൃഷ്ണാബോധം കൊണ്ട് സാധിക്കും. അതിനാൽ ജീവിതത്തിന്റെ ആത്യന്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി നമ്മൾ ഈ കൃഷ്ണാബോധ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിനാൽ നമ്മൾ ഈ കൃഷ്ണാബോധ പ്രസ്ഥാനത്തെ വളരെ ഗൗരവമായി കാണുകയും ജീവിതത്തിന്റെ ആത്യന്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യണമെന്നാണ് നമ്മുടെ കടമ. അല്ലെ? കൃഷ്ണനെ മനസ്സിലാക്കുന്നതിലൂടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും, അല്ലെ? അപ്പോ ഭഗവാന്റെ സേവകനായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്നാണ് പറയുന്നത്, അല്ലെ? ഞാൻ പറഞ്ഞാലേ ഭഗവത്ഗീത പറഞ്ഞു, അല്ലെ? ഭഗവാൻ പറയുന്നതാണ്, നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം വിട്ടേരെ, സർവ്വധർമ്മൻ പരിത്യജ് എന്നിൽ ശരണമടയൂ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാൻ നിന്നെ പിടിച്ച് തിരിച്ച് ഗോലോക വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോയിക്കോളാം. ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി എന്നാ പറയാം, അല്ലെ? ജന്മകർമ്മ ചമേ ദിവ്യം യോ ജനാദി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി നാം ഏതി കൗന്തേയ. ഇതാണ് അതിന്റെ പരിഹാരം, അല്ലെ? തിരികെ വീട്ടിലേക്ക്, ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നതിലൂടെ, അല്ലെ, നമ്മള് ഈ ജന്മ മൃത്യു ജരാവ്യാധിയിൽ നമ്മൾ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഗോലോക വൃന്ദാവനത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒരു ജന്മം എടുത്തിട്ട് നമ്മൾ തിരിച്ചു വരേണ്ടതില്ല, അല്ലെ? വി ആർ ക്വാളിഫൈഡ്. നമുക്ക് ആ എൻട്രി കിട്ടി, അല്ലെ? നമുക്ക് അവിടെ ഭഗവാന്റെ അടുത്ത് വളരെ സന്തോഷമായിട്ട്, ആനന്ദമായിട്ട്, അല്ലെ, നമുക്ക് അദ്ദേഹത്തിന്റെ സേവ ചെയ്തിട്ട് അവിടെ നമുക്ക് ജീവിക്കാൻ പറ്റും. നമ്മൾ തിരിച്ചു വരേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അങ്ങനെ അതാണ് ഇതിന്റെ സൊല്യൂഷൻ. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? മാമേകം ശരണം വ്രജ. ഭഗവാന്റെ സേവനത്തില്, ഭഗവാനെ ശരണം പ്രാപിച്ച് അദ്ദേഹത്തിന്റെ സേവയിൽ മുഴുകിയിരിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു വലിയ ബാലികേറ മലയൊന്നും എടുത്ത് പൊക്കേണ്ട ആവശ്യമില്ല, അല്ലെ? നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നടത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് ഭഗവാൻ പറഞ്ഞത്, അല്ലെ? അപ്പോ തിരികെ വീട്ടിലേക്ക്, ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നതിലൂടെ, അല്ലെ, നമ്മള് എന്താണ് ഈ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു, അല്ലെ? മാം ഉപേത്യത്തു കൗന്തേയ ദുഃഖാലയം അശാശ്വതം നാപ്നുവന്തി മാം ഉപേത്യത്തു കൗന്തേയ സംസിദ്ധി ലഭതേ പരം. അതേ ഉദാഹരണം ഇതാണ്. എന്റെ അടുത്തേക്ക് മടങ്ങി വരുന്ന ഏതൊരുവനും, ഭഗവാൻ പറയുന്നുണ്ട്, ഇവിടെ ദുഃഖാലയമാണ്, ദുഃഖാലയം അശാശ്വതമാണ്, ശാശ്വതമല്ല.
എന്ന് ഈ ഭൗതിക ലോകത്ത് ഇത് ഇവിടെ ദുഃഖാലയം മാത്രമാണ് കിട്ടുന്നത്, ദുഃഖം മാത്രമേ കിട്ടുള്ളൂ, അല്ലേ? പക്ഷെ എന്റെ ആ, 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 ധാമത്തിലേക്ക് വന്നു കഴിഞ്ഞാലോ പിന്നെ നിനക്ക് ജന്മം എടുക്കേണ്ട ആവശ്യമില്ല, അല്ലെ? അപ്പൊ ഭഗവാൻ തീർച്ചയായിട്ടും ഈ ലോകത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദുഃഖാലയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ദുരിതങ്ങളുടെ സ്ഥലം. നിങ്ങൾ ദുരിതം വേണോ, നിങ്ങൾ നാട്ടിലെ ഇവിടെ ഭൂമിയിലേക്ക് വരിക, അല്ലെ? ഈ ഭൗതിക ലോകത്തിലേക്ക് വരിക എന്ന് ഭഗവാൻ അവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതിനിടയിലാണ് നമ്മൾ അതൊക്കെ മറന്നിട്ട് ഇവിടെ ആനന്ദം സുഖം അന്വേഷിച്ച് നടക്കുന്നത്. നമുക്കിവിടെ സന്തോഷം കിട്ടില്ല. സന്തോഷം കിട്ടണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, അത് ഭഗവാന്റെ സേവ മാത്രമാണ്. ഭഗവാന്റെ സേവ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ സുഖം കിട്ടുന്നത്, സന്തോഷം കിട്ടുന്നത്, അല്ലെ? ഏഹ് ഇവിടെ ആരും തന്നെ ഭൗതികതയിൽ നിൽക്കുന്ന ആരും തന്നെ സന്തുഷ്ടരല്ല. അവരെല്ലാം ഭയങ്കര പല പ്രശ്നങ്ങളിൽ ഇങ്ങനെ മുഴുകിയിരിക്കുക, നമുക്കറിയാൻ പറ്റില്ല, അല്ലെ? മാം ഉപേത്യത്തെ കൗന്ദേയ ദുഃഖാലയം അശാശ്വതം നാപ്നുവന്തി. ഭഗവാൻ വീണ്ടും എന്താണ്? അതാണ് പരിഹാരം, അതാണ് സംശുദ്ധിയും ലഭ്യതയും, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ, 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങള് ഒരു ശൂദ്രനായിരിക്കാം, നമ്മളൊരു ഗൃഹസ്ഥനായിരിക്കാം, അല്ലെങ്കിൽ നമ്മളൊരു ബ്രാഹ്മണനായിരിക്കാം. ഈ പ്രക്രിയ സ്വീകരിച്ചാൽ എല്ലാവർക്കും മോക്ഷം ലഭിക്കും, എല്ലാവരും പൂർണ്ണത കൈവരിക്കും. അതിനാൽ ഈ ഒരു വിഭാഗം പുരുഷന്മാർ ഉണ്ടായിരിക്കണം. ഒന്നാം തരം പുരുഷന്മാർ ആദർശം, ഇതാ ഒരു ആദർശമാണ്, അല്ലെ? അപ്പൊ അതാണ് അവരെ നമ്മൾ പിന്തുടരാൻ നമ്മൾ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റൂ. പക്ഷെ ഇപ്പോ ആദർശ പുരുഷന്മാരില്ല, എല്ലാവരും ശൂദ്രരാണ്. കലു ശൂദ്ര സംഭവ എന്നാണ് പറയുന്നത്. കലിയുഗത്തില് ശൂദ്രന്മാർ മാത്രമേ ഉള്ളൂ, അല്ലെ? കാര്യം എന്താണ്? എല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, പൈസയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് ശൂദ്രൻ എന്ന് പറയുന്നത്. സമൂഹം എങ്ങനെ സന്തോഷിക്കും പിന്നെ? അത് സാധ്യമല്ല, കാരണം അനുയോജ്യരായ പുരുഷന്മാർ ഇവിടെയില്ല. അതിനാൽ ഇവിടെ ഭഗവാൻ പറയുന്നു, നാം അത് സൃഷ്ടിക്കണം. ജന്മം കൊണ്ടല്ല, ബ്രാഹ്മണത്താൽ, ഗുണം, അല്ലെ, കർമ്മം എന്നിവ കൊണ്ടാണ് മനുഷ്യരിലെ ഒരു വിഭാഗത്തെ പഠിപ്പിക്കേണ്ടത്. അപ്പോൾ സമൂഹം സന്തോഷിക്കും. ശമോ ദമസ്, അല്ലെ? അതാണ് ബ്രാഹ്മണന്റെ യോഗ്യത, അല്ലെ? കേട്ടിട്ടില്ലേ? ശുദ്ധത. അതുകൊണ്ട് നമ്മുടെ ഈ കൃഷ്ണാബോധ പ്രസ്ഥാനം ഒരു വിഭാഗം മനുഷ്യരെ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് എല്ലാവർക്കുമായി തുറന്നിരിക്കുന്നു. നമ്മൾ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയാൽ അത് ഹിന്ദുക്കളുടെയോ മുസ്ലിങ്ങളുടെയോ ഒരു പ്രത്യേക ദേശീയതയോ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല, അല്ലേ? അത് അങ്ങനെയല്ല. അത് എല്ലാവർക്കുമായി തുറന്നിരിക്കണം. അപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ മുസ്ലിങ്ങൾക്ക് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, എല്ലാവർക്കും അത് തുറന്നു കൊടുക്കും. അയക്കുന്ന ആർക്കും ബ്രാഹ്മണനാകാം, അല്ലെ? നാരദമുനി മഹാരാജ യുധിഷ്ഠിരനോട് ഈ വർണ്ണാശ്രമ ധർമ്മത്തെ കുറിച്ച് ഉപദേശിക്കുകയാണ്, അല്ലെ? എന്റെ പ്രിയപ്പെട്ട രാജാവ്, എന്താണ്? യസ്യ യല്ലക്ഷണം പ്രോക്തം പുംസോ വർണ്ണാഭി വ്യഞ്ജകം യദ് അന്വത്രാഭിദൃഷ്ടേയ തത്തേനൈവ വിനിർദിശിത്. ഇത് നിർദ്ദേശമാണ്. ആരാണ്? നമ്മുടെ നാരദമുനി യുധിഷ്ഠിര മഹാരാജാവിന് കൊടുത്ത നിർദ്ദേശമാണ്. എന്നാൽ ഇവിടെ ലക്ഷണം, ആരാണ് ബ്രാഹ്മണൻ? യസ്യ ലക്ഷണം പ്രകൃതി പ്രോക്തം പറയുന്നുണ്ട്. ക്ഷമ, ദമ, എന്നാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, മനസ്സിനെ നിയന്ത്രിക്കുക. എല്ലാ സാഹചര്യങ്ങളിലും മനസ്സ് സ്ഥിരമാണ്. അതിനെയാണ് ക്ഷമ എന്ന് പറയുന്നത്, അല്ലെ? മനസ്സ് സമാധാനത്തോടുകൂടി. ദമ എന്നാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. ഇപ്പോ ഒരു ബ്രാഹ്മണൻ നമ്മൾക്ക് വന്നിട്ട് അല്ലെങ്കിൽ ഒരു ചാരായക്കടയിൽ പോയിട്ട് ഒരു ചാരയെ കുറച്ച് കള്ളു ചോദിച്ചാൽ അത് ബ്രാഹ്മണനാണോ? ഇല്ല. അപ്പൊ അങ്ങേർക്ക് അവിടെ ശുദ്ധത ഇല്ല എന്നാണ്, അല്ലെ? നമ്മളെല്ലാവരും തന്നെ ഇന്ദ്രിയങ്ങളുടെ സേവകരാണ്. നമ്മള് ഇന്ദ്രിയങ്ങളുടെ വേലക്കാരനാണ് ശരിക്കും, അല്ലെ? ഇതാണ്. പക്ഷെ അതാണ് നമ്മൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. ആൾക്കാർ എന്താ പറയാ? നമ്മുടെ ജീവിതം വളരെ ഷോർട്ടാണ്, വളരെ ചെറിയ ജീവിതമാണ്, നമ്മൾ മാക്സിമം ആനന്ദിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ആൾക്കാരുടെ തത്വം. അവരുടെ ധർമ്മം അതാണ്. മൂഢന്മാരാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് എല്ലാം മന്ദബുദ്ധികളാണ്. നല്ലോണം മന്ദബുദ്ധികൾ, അല്ലെ? അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാൻ കൃഷ്ണന്റെ ദാസനാവണം, അല്ലെ? അപ്പൊ പക്ഷെ നമ്മൾ പകരം എന്താ ചെയ്യുന്നത്? നമ്മൾ ഇന്ദ്രിയങ്ങളുടെ ദാസനാവുകയാണ് ചെയ്യുന്നത്. അതാവാൻ പാടില്ല. ഭഗവാൻ കൃഷ്ണന്റെ ദാസനാവും, അല്ലെ? ഇതാണ് നമ്മുടെ ഭൗതിക ജീവിതം. അതിനാൽ നമ്മൾ ഇന്ദ്രിയങ്ങളുടെ ദാസനാകുന്നതിന് പകരം ഇന്ദ്രിയങ്ങളുടെ യജമാനാകുകയാണെങ്കിൽ നമ്മൾ ഒരു ബ്രാഹ്മണനാണ്, അല്ലെ? നമ്മൾ ഇന്ദ്രിയങ്ങളുടെ ദാസനായി തുടരുന്നു എന്നല്ല, നമ്മളൊരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചതിനാൽ നമ്മളൊരു ബ്രാഹ്മണനായി തുടരുന്നു. ഇത് തെറ്റായ കണക്കൂട്ടലാണ്, ഇത് അനുവദനീയമല്ല, അല്ലെ? ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഒരിക്കലും അവൻ ബ്രാഹ്മണനാവുന്നില്ല. പിന്നെയോ അവന്റെ കർമ്മം കൊണ്ടാണ്, അല്ലെ? ശമോ തമസ് തപ, അല്ലെ? അതുകൊണ്ടാണ് അവൻ പറയുന്നത് ശമോ തപസ് തപ. ഈ ശമോ ദമ,
തപസ്യ കൂടാതെ ഇതെങ്ങനെ അനുഷ്ഠിക്കും? നമ്മുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ തപസ്യ കൂടെ അല്ലെ നമ്മൾ സമ്മതിക്കണം. അതാണ് മനുഷ്യജീവൻ. തപോ ദിവ്യം പുത്രകായേന ശുദ്ധേ സത്വം. ഋഷഭദേവൻ തന്റെ പുത്രന്മാരെ ഉപദേശിക്കാം. എന്റെ പ്രിയപ്പെട്ട ആൺകുട്ടികളെ, എന്റെ പുത്രന്മാരെ, ഈ മനുഷ്യരൂപം തപസ്യ അല്ലെ, തപസ്സിന് വേണ്ടിയ ഇതാണ് ഉള്ളതാണ്. ഇതാണ് തപസ്യ. ദിവ്യം, പരമാത്മാവിനെ സാക്ഷാത്കരിക്കാനായിട്ട് അല്ലെ. ദൈവ, എന്തുകൊണ്ട് അത് ആവശ്യമാണ്? തപോ ദിവ്യം പുത്രകായേന ശുദ്ധേ സത്വം. നമ്മൾ തപസ് ശീലിച്ചാൽ നമ്മുടെ അസ്തിത്വം ശുദ്ധമാകും. ഇനി എന്താണ് എന്റെ അസ്തിത്വം? ഞാൻ അശുദ്ധനാണോ? അതെ, അതിനാൽ നമ്മൾ മരിക്കുകയാണ്. ഇല്ലാത്ത പക്ഷം നമ്മൾ നിത്യനാണ്. ന ഹന്യതേ ഹന്യമാനേ ശരീരേ, അല്ലെ. നമ്മളെ ശാശ്വതനാണ്. എന്നാല് നമ്മൾ മരിച്ചു പോവാണ്. എന്താണ് കാര്യം? അസ്തിത്വത്തിൽ അശുദ്ധമായതിനാൽ നമ്മൾ മരണത്തിന് വിധേയമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ അസ്തിത്വം നമ്മൾ ശുദ്ധീകരിച്ചെടുക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെ. അതാണ് ഇവിടെ തപോ ദിവ്യം പുത്രകായേന ശുദ്ധേ യസ്മാത് ബ്രഹ്മസൗഖ്യം. ബ്രഹ്മസൗഖ്യം എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ എത്താനായിട്ട്, ഭഗവാനെ കുറിച്ച് അറിയാനായിട്ട്, ഭഗവാന്റെ ധാമത്തിലേക്ക് എത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ശുദ്ധതയെ, അല്ലെ, ആ ശുദ്ധത ഉണ്ടാക്കിയെടുക്കണം. അല്ലെ. നമ്മളിവിടെ യജ്ഞം ചെയ്യുന്നുണ്ടോ? നമ്മളെ എന്തെങ്കിലും യജ്ഞം ചെയ്യുന്നുണ്ടോ? പണ്ടൊക്കെ അല്ലെ ആൾക്കാർ ഒറ്റക്കാലിൽ നിന്ന് 10,000 1000 കൊല്ലമൊക്കെ തപസ് ചെയ്യുമായിരുന്നു. നമുക്കത് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ നമ്മളിവിടെ ഈ കലിയുഗത്തിൽ യജ്ഞം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യജ്ഞം ചെയ്യുന്നുണ്ട്. അതെന്ത് യജ്ഞമാണ്? സങ്കീർത്തന യജ്ഞം, അല്ലെ. ഹരിനാമയജ്ഞം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എല്ലാ ദിവസവും മുടങ്ങാതെ നമ്മൾ 16 മാല ജപിക്കുന്നുണ്ട്. അതൊരു യജ്ഞമാണ്, അല്ലെ. അപ്പൊ നമ്മളും യജ്ഞം ചെയ്യുന്നുണ്ട്, സംഗീത യജ്ഞം ചെയ്യുന്നുണ്ട്, നമ്മൾ യാഗങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെ. നമ്മൾ ആ സംഗീത യജ്ഞം ചെയ്യുമ്പോൾ നമ്മുടെ ഈ അശുദ്ധമായതെല്ലാം ശുദ്ധമായി മാറും, അല്ലെ. അതല്ല എങ്കിൽ നമ്മൾ വെറുതെ മരിക്കും, പട്ടിയും പൂച്ചയും പോലെ മരിക്കും എന്നാണ് നമ്മൾ ആദ്യമേ കണ്ടത്. അതിനാൽ തമോ ദിവ്യം പുത്രകായേന ശുദ്ധേ യസ്മാത് ബ്രഹ്മസൗഖ്യം, അല്ലെ. നമുക്ക് ശാശ്വതമായ ആനന്ദപൂർണമായ ജീവിതം വേണമെങ്കിൽ നമ്മൾ ശാശ്വതമായ അസ്തിത്വപരമായ, അല്ലെ, സ്ഥാനമായ പ്ലാറ്റ്ഫോമിലേക്ക് വരണം. യസ്മാത് ബ്രഹ്മസൗഖ്യം അനന്തം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ബ്രഹ്മസൗഖ്യം കിട്ടും. ഭഗവാനുമായിട്ട് നമുക്ക് ഒത്തുചേരാൻ പറ്റും, അല്ലെ. സന്തോഷവാനായിരിക്കാൻ പറ്റും, അല്ലെ. സന്തോഷവാനായിരിക്കുക അത് നമ്മുടെ അവകാശമാണ്. കാരണം നമ്മൾ ഭഗവാൻ കൃഷ്ണന്റെ ഭാഗവുമാണ്, പാർട്ട് ആൻഡ് പാർസലാണ്, അല്ലെ. ഭഗവാൻ എപ്പോഴും സച്ചിദാനന്ദ വിഗ്രഹം, അല്ലെ, സച്ചിത് ആനന്ദ വിഗ്രഹം, അല്ലെ. അദ്ദേഹം ഭയങ്കര എപ്പോഴും ഇങ്ങനെ മന്ദസ്മിതവനായിട്ടാണ് ഇരിക്കുന്നത്, സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്, ചുഞ്ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്, അല്ലെ. ഭഗവാൻ എപ്പോഴെങ്കിലും ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഭഗവാൻ എപ്പോഴും നമ്മൾ ചിരിച്ചുകൊണ്ട് വളരെ ആനന്ദമായിട്ടാണ് ഇരിക്കുക. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ആനന്ദം വരും, അല്ലെ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗവും നമ്മൾ പാർട്ട് ആൻഡ് പാർസൽ ആയതുകൊണ്ട് നമുക്കും അത് കിട്ടും. പക്ഷെ നമ്മളിപ്പോ വീണ് കിടക്കുവാണ്. നമ്മൾ അതിൽ നിന്ന് എഴിച്ച് നമ്മളെയൊക്കെ ശുദ്ധീകരിച്ച്, അല്ലെ, നമ്മൾ ഭഗവാന്റെ കാര്യത്തിലേക്ക് പോകണം, അല്ലെ. അപ്പൊ നമ്മൾ ആ ആനന്ദപൂർണമായിട്ടുള്ള ജീവിതം നേടാൻ നമ്മൾ ശ്രമിക്കണം. പക്ഷെ ഈ ദുഃഖാലയം അശാശ്വതത്തില്, അല്ലെ, അതിനുവേണ്ടി വ്യാജമായി ശ്രമിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. അതായത് ഇവിടെ ദുഃഖം മാത്രമേ ഉള്ളൂ, അശാശ്വതമാണ്, അല്ലെ. അപ്പൊ അത് ഇവിടെ നമുക്ക് ഒരിക്കലും എന്താണ് ഈ ഭൗതിക ലോകത്തിൽ നമുക്കത് ഒരിക്കലും കിട്ടില്ല എന്നാണ്, അല്ലെ. നമ്മൾ ആത്മീയ വേദിയിലേക്ക് പോകണം, എങ്കിൽ മാത്രമേ നമുക്ക് ആനന്ദം കിട്ടത്തുള്ളൂ, അല്ലെ. നമ്മുടെ യഥാർത്ഥ ബോധത്തിലേക്ക് വരണം. നമ്മുടെ യഥാർത്ഥ ബോധം എന്താണ്? ഭഗവാനെ സേവ ചെയ്യുക എന്നുള്ളത്, അല്ലെ. ആസ്വാദനം നമ്മുടെ അവകാശമാണ്. അതിനാൽ തപസ്യ എന്നിവ നടപ്പിലാക്കാൻ നമ്മൾ സമ്മതിച്ചാൽ ഈ ശമോദമ പരിശീലിക്കാം. നമ്മുടെ ഹൃദയം ശുദ്ധമാവും, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ നമുക്ക് ശുദ്ധത കൊണ്ട് കാണാൻ പറ്റും, അല്ലെ. അപ്പൊ അതാണ് ഇവിടെ എന്താണ് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നത്. അതിനാൽ ശമോദമ ബ്രാഹ്മണപരമായ ആദ്യ യോഗ്യത തപസ്യ, തപ എന്നിവയ്ക്ക് വിധേയമാകാൻ നമ്മൾ സമ്മതിച്ചാൽ പരിശീലിക്കാം. മാത്രമല്ല ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ ശൗചം എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ വൃത്തിയുള്ളത്, നമ്മളെ വൃത്തിയാക്കുക. എല്ലാവരും ദിവസവും 3 പ്രാവശ്യം കുളിക്കുകയും തുണി കഴുകുകയും വേണം. ഇതാണ് ശൗചം, അല്ലെ. ബാഹ്യം ശൗചം. അവർ പുലർച്ചെ 3:30 എഴുന്നേറ്റ് കുളിക്കും, തണുത്ത വെള്ളത്തിൽ, അല്ലെ. നമ്മൾ ഈ ഇരിക്കുന്ന എല്ലാവരും 3:30 കഴിച്ച് കുളിക്കുന്നവരാണ്. എന്താണ് ക്ഷണിതരാർജവം ഏവച്ച ജ്ഞാനം, അറിവ്. എന്താണ് ആ അറിവ്? ഞാൻ ഈ ശരീരമല്ല എന്ന അറിവ്. ഇതാണ് അറിവ്. ഞാൻ ഈ ശരീരമാണ് എന്ന് ഞാൻ വെറുതെ വിചാരിക്കുന്നുവെങ്കിൽ നമ്മളൊരു വിദ്യയാണ്, ഒരു പമ്പര വിദ്യയാണ്. ഇതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. പിന്നെ വിജ്ഞാനം, പ്രായോഗിക പ്രയോഗം. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യാം. ജ്ഞാനം, വിജ്ഞാനം, പിന്നെ ആസ്തിക്യം. ആസ്തിക്യം എന്നാൽ പറയുന്നത് ഭഗവത്ഗീതയിൽ ഭഗവാൻ ഉദ്ദേശിച്ചതുപോലെ
കൃഷ്ണന്റെ വാക്കുകളിൽ വിശ്വസിക്കുന്നവൻ ആസ്തികനാണ്, അല്ലെ? അപ്പൊ ഭഗവാനെ വിശ്വസിക്കുക, ഭഗവാന്റെ വാക്കുകൾ വിശ്വസിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ ആസ്തികനായി. വിശ്വസിക്കാത്തവൻ നാസ്തികനാണ്. നാസ്തികൻ എന്ന് കേട്ടിട്ടില്ലേ, അല്ലെ? നാസ്തികന്റെ ഓപ്പോസിറ്റ് ആണ് ആസ്തികൻ. എന്താണ് ആസ്തികൻ? ഇതാണ് ആസ്തികതയും നാസ്തികതയും. അതിനാൽ നമ്മുടെ നാസ്തിക നിർവചനം എന്നാൽ വേദോപദേശങ്ങളിൽ വിശ്വസിക്കാത്തവൻ എന്നാണ്. അവനെ നാസ്തികൻ എന്ന് വിളിക്കുന്നു, അല്ലെ? അതിനാൽ ബ്രാഹ്മണൻ ആസ്തികം ആയിരിക്കണം. ബ്രാഹ്മണൻ എന്താണ്? ആസ്തികൻ. ശമോ ദമസ്തവ ശൗചം ശാന്തിർ ആർജവം ഏവച. ജ്ഞാനം വിജ്ഞാനം ആസ്തിക്യം, അതാണ് ഇവിടുത്തെ ആസ്തിക്യം, അല്ലെ? ബ്രഹ്മകർമ്മ സ്വഭാവം, അല്ലെ? നമ്മൾ ഈ യോഗ്യത നേടിയാൽ നമ്മൾ ബ്രാഹ്മണനാണ്. അപ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടാണോ? ഒരിക്കലും അല്ല. പരിശീലനം, അല്ലെ? നമുക്ക് അതൊക്കെ പഠിപ്പിക്കാനായിട്ട് കോളേജും സ്കൂളുകളൊന്നും ഇല്ലെന്നേ ഉള്ളൂ. ലോകമെമ്പാടും അത്തരം ഒരു പരിശീലന വകുപ്പ് നമുക്ക് കാണാൻ പറ്റില്ല, അല്ലെ? വിജ്ഞാനത്തിന്റെ നിരവധി വകുപ്പുകളുണ്ട്. എന്നാൽ ഒരു ഉത്തമ ബ്രാഹ്മണനെ എങ്ങനെ സൃഷ്ടിക്കാമെന്ന് വിദ്യാഭ്യാസത്തിൽ പറഞ്ഞിട്ടേ ഇല്ല. ഭഗവാൻ കൃഷ്ണനെ എങ്ങനെ പൂജിക്കാമെന്ന് വിദ്യാഭ്യാസത്തിൽ പറഞ്ഞിട്ടേ ഇല്ല, അല്ലെ? ഭഗവാൻ കൃഷ്ണനെ എങ്ങനെ സേവ ചെയ്യുമെന്ന്, നമ്മുടെ ധർമ്മം എന്താണെന്നും വിദ്യാഭ്യാസത്തിൽ പറഞ്ഞിട്ടില്ല. എന്തിന്? ആത്മാവിനെ കുറിച്ച് ഒരു കാര്യവും ഒരിടത്തും പഠിപ്പിക്കുന്നില്ല, അല്ലെ? ആത്മാവിനെ കുറിച്ച് പഠിപ്പിച്ചാലേ ബാക്കി കാര്യങ്ങളൊക്കെ വരുള്ളൂ, ആത്മാവിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുള്ളൂ, അല്ലെ? അതിന് മാത്രം നമുക്ക് യൂണിവേഴ്സിറ്റി ഇല്ല. അതുകൊണ്ടാണ് ഇസ്കോൺ പ്രസ്ഥാനം, അല്ലെ? ഇസ്കോൺ എന്നുള്ള ഈ അന്തർദേശീയ കൃഷ്ണാപൂർ സമിതി, അതിനൊക്കെ നമ്മൾ ഓരോ ശ്രമങ്ങൾ ചെയ്യുന്നു, അല്ലെ? നമ്മളുടെ ഇപ്പോഴത്തെ ശ്രമം എന്ന് പറയുന്നത്, ഇവിടെ ഒരുപാട് ക്ലാസ്സുകൾ ഉണ്ടെങ്കിലും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്, അല്ലെ? അവരെ ഇതിലേക്ക് കൃഷ്ണാപൂരത്തിലേക്ക് കൊണ്ടുവരും. പ്രഹ്ലാദ് മഹാരാജ് പറഞ്ഞെന്താണ്? 5-ാമത്തെ വയസ്സിൽ എല്ലാ കുട്ടികളെയും കൃഷ്ണാപൂരത്തിലേക്ക് കൊണ്ടുവരണം, അല്ലെ? അതാണ് അവരുടെ യഥാർത്ഥ പ്രായം. ആ പ്രായത്തിൽ അവരെ കൃഷ്ണാപൂരത്തിൽ കൊണ്ടുവരണം. കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു, നമ്മളും രക്ഷപ്പെട്ടു. നമ്മൾ അവരെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല, അല്ലെ? അപ്പൊ നമ്മുടെ കടമ എന്ന് പറയുന്നത് ഓരോ എന്താണ് രക്ഷിതാക്കളുടെയും അല്ലെങ്കിൽ പാരന്റ്സിന്റെയും കടമ എന്ന് പറയുന്നത് അവരുടെ കുഞ്ഞുങ്ങളെ ഡാൻസിന് വിടുക എന്നുള്ളതല്ല, കരാട്ടയ്ക്ക് വിടുക എന്നുള്ളതല്ല, അല്ലെ? പിന്നെ എന്താണ്, ഡ്രോയിങ്ങിന് വിടുക എന്നുള്ളതല്ല, മ്യൂസിക് പഠിക്കാൻ വിടുക എന്നുള്ളതല്ല. ഇതെല്ലാം വേണം, പക്ഷേ അതിലുപരി പ്രയോറിറ്റി ഷുഡ് ബി ഫോർ വാട്ട്? അത് നമ്മുടെ കൃഷ്ണാബോധം പഠിപ്പിക്കാനാണ്. അതിന് വേണം നമ്മൾ പ്രയോറിറ്റി കൊടുക്കാനായിട്ട്. അത് കഴിഞ്ഞ് ബാക്കിയല്ല. ഇനിയിപ്പോ അവർ ഒരു വകയും ക്ലാസ്സിൽ പഠിച്ചില്ലെങ്കിലും അവർ കൃഷ്ണോപൂരത്തിനായിരുന്നു കഴിഞ്ഞാൽ അവരുടെ ഭാവി ഭയങ്കരമായിട്ട് പോകും, അല്ലെ? ആ സ്കൂളിൽ ആ ക്ലാസ്സിൽ 1-ാം റാങ്ക് വാങ്ങിക്കുന്നതിനെ കുട്ടിയെക്കാളും വളരെ ഉയർന്ന നിലയിൽ യവൻ ജീവിക്കും, മറ്റേത് ജീവിക്കില്ല. ജീവിക്കുന്നതായിട്ട് ഭാവിക്കത്തേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് വ്യത്യാസം. അവരുടെയൊക്കെ ഭാവിയാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ അവരെ എന്ത് ചെയ്യണം? അവരെ ഇപ്പോഴേ കൃഷ്ണാബോധത്തിൽ വളർത്തിയെടുക്കണം. നമ്മുടെ പാരന്റ്സിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ അവൻ ദേ മാലയൊക്കെ ഇട്ട് ജപിക്കുന്നു, അപ്പൊ അവൻ സന്യാസി ആയി പോവോ, പിന്നെ എനിക്കാര്, എന്നെ നോക്കണ ആര് എന്നുള്ള ഒരു ചിന്താഗതിയാണ്. അതൊരിക്കലും ശരിയല്ല. നമുക്ക് അവനെ നമ്മുടെ പ്രഭുപാദനെ കണ്ടിട്ടില്ലേ? അദ്ദേഹം ഭയങ്കര ഒരു ഉന്നത കുലത്തിലാണ് ജനിച്ചത്, അല്ലെങ്കിൽ എന്താണ് ഭയങ്കര ആ, 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 ധനിക കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. പക്ഷേ വളരെ കൊച്ചിലെ തന്നെ പ്രഭുപാദരെ അദ്ദേഹത്തിന്റെ അച്ഛൻ എന്ത് ചെയ്തു? കൃഷ്ണാപൂരത്തിലാണ് വളർത്തിയെടുത്തത്. അദ്ദേഹത്തിന് അപ്പൊ തന്നെ മൃദംഗവും എന്താണ് കർത്താലും എന്താണ് എല്ലാം പഠിപ്പിക്കുകയും ഹാർമോണിയം ഒക്കെ പഠിപ്പിക്കുകയും, എന്തിനാണ്? പിൽക്കാലത്ത് അവനൊരു നല്ല ഭക്തനായിരിക്കണം എന്നുള്ള താല്പര്യം കൊണ്ടാണ്, അല്ലെ? എന്ന് പറഞ്ഞ് മറ്റുള്ള കാര്യത്തിന് പഠിപ്പിക്കാതിരുന്നോ? ഇല്ല, അത് നമുക്ക് പഠിപ്പിക്കാനൊക്കെ വിട്ടു. ജർമ്മനിയിൽ അയച്ച് ബിസിനസ് പഠിപ്പിക്കണമെന്നൊക്കെ ആയിരുന്നു താല്പര്യം. അത് പ്രഭാത് പോയില്ല, മനസ്സിലായില്ലേ? പക്ഷെ എന്താണ്, അപ്പോ പിൽക്കാലത്ത് അദ്ദേഹം സന്യാസിയായെങ്കിലും ആദ്യമേ സന്യാസിയായോ? ഇല്ല, ഇല്ല. അപ്പൊ അത് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ കലിയുഗത്തിൽ സന്യാസം പറഞ്ഞിട്ടേ ഇല്ല. അത്രയും എന്താണ് ഓസ്ട്രിറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ യോഗ്യത നേടിയാൽ നമ്മൾ ബ്രാഹ്മണനാണ്. അപ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടാണോ? ഇല്ല. പരിശീലന കേന്ദ്രം ഇല്ലെന്നേ ഉള്ളൂ, അല്ലെ? ബ്രാഹ്മണൻ ശരീരത്തിന്റെ തലയായിട്ടാണ് കണക്കാക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലമാണ്, അല്ലെ? നമ്മള് തല എന്ന് പറയുന്നത് എല്ലാം ഇവിടെയാണ് നടക്കുന്നത്. ഫങ്ഷൻസ് എല്ലാം ഇവിടെയാണ് നടക്കുന്നത്. നെറ്റ്വർക്ക് മുഴുവൻ ഇവിടെയാണ്, അല്ലെ? നമുക്ക് ഈ ശരീരം ലഭിച്ചതുപോലെ ഈ ശിരസ് ബ്രാഹ്മണനായും, ഭുജം ക്ഷത്രിയമായും, ഉദരം വൈശ്യമായും, കാല് ശൂദ്രമായും കണക്കാക്കുന്നു. അതിനാൽ ഈ ശരീരം ഭംഗിയായി നിലനിർത്താൻ നമ്മൾ എല്ലാം ക്രമത്തിലായിരിക്കണം. തലയും തലച്ചോറും ക്രമത്തിലായിരിക്കണം. കൈ ആയുധങ്ങൾ ക്രമത്തിലായിരിക്കണം. വയറ് ഭക്ഷണം ദഹിപ്പിക്കുകയും ഊർജം നേടുകയും വേണം. ഒപ്പം കാലും നടക്കണം. അതുപോലെ സ്വേ സ്വേ കർമ്മണി അഭിരത. ഇന്നത്തെ ശ്ലോകം അതാണ്, അല്ലെ? നീ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നൊന്നും കാര്യമാക്കേണ്ടതില്ല. ശരീരത്തെ ക്രമപ്പെടുത്തുകയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഒന്നുകിൽ നമ്മൾ ബ്രാഹ്മണനാകും, അല്ലെങ്കിൽ ശൂദ്രനാകും, അല്ലെങ്കിൽ എന്താണോ ആകും, അല്ലെ? അത് ആവശ്യമാണ്.
ഭഗവാൻ പറഞ്ഞതുപോലെ ഈ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. അല്ലെ? ഞാൻ വരേണ്ടി വരും. അവിടെ ഭഗവാൻ എത്തും. എന്തിനാണ്? ധർമ്മം പുനഃസ്ഥാപിക്കാനാണ്. ധർമ്മസ്യ, അല്ലെ, ഗ്ലാനിർ ഭവിച്ചു, അല്ലെ, ചുതി പറ്റി. നിങ്ങൾ ഈ നിർദ്ദേശം പ്രയോജനപ്പെടുത്തി നമ്മുടെ സമൂഹത്തെയോ കുടുംബത്തെയോ സർക്കാരിനെയോ എല്ലാം ഭഗവത്ഗീതയുടെ നിർദ്ദേശം അനുസരിച്ച് ആക്കിയാൽ എല്ലാം തികഞ്ഞതാണ്. അല്ലാത്ത പക്ഷം വെറുതെ സമയം കളയും. ഇവിടെ ഇപ്പൊ പീസ് ഫോമിലൊക്കെ കാണുന്നുണ്ട്, അല്ലേ? ഗവൺമെന്റ് ഇപ്പൊ എന്താണ്, ഈ ഇന്റർനാഷണൽ അസോസിയേഷൻസ് ഒക്കെ പീസ് ഫോർമുല നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ രാജ്യത്തും. ഈ രാജ്യത്ത് പോയി അവരുടെ പീസ് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരുവിധം രക്ഷപ്പെടുത്തുമ്പോൾ അവിടെ അടി തുടങ്ങി, അപ്പുറത്ത് ഉടനെ ഓടി അവിടെ ചെന്ന് പീസ്. അപ്പൊ ഇവിടെ വീണ്ടും അടി തുടങ്ങി, അല്ലേ? ഒരിക്കലും പീസ് ഉണ്ടാവില്ല. അതെല്ലാം പേപ്പറിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പീസ് പീസ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാവരും കൃഷ്ണാപൂരത്തിൽ വരണം. എല്ലാവരും കൃഷ്ണാപൂരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ അവർക്ക് ആർക്കും പരസ്പര ശത്രുതയോ എന്താണ് അസൂയോ കുശുമ്പോ കുഞ്ഞായ്മയോ ഒന്നും ഉണ്ടാവില്ല. അല്ലെ? അവരെല്ലാവരും പരസ്പരം സ്നേഹിക്കും, പരസ്പരം ബഹുമാനിക്കും, പരസ്പരം റെസ്പെക്ട് ചെയ്യും. അല്ലെ? എല്ലാവരും ആരെ കണ്ടു കഴിഞ്ഞാൽ ഹരേ കൃഷ്ണ പറയും. അല്ലെ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. ഒരാൾക്ക് മറ്റൊരാളുടെ കാര്യത്തിലേക്ക് നൂഞ്ഞ് കയറാനായിട്ട് നുഴഞ്ഞു കയറാനായിട്ട് താല്പര്യമില്ല. അവര് നല്ലൊരു ഭക്തനാണ്, ഓക്കെ, വെരി ഗുഡ്, ഹരേ കൃഷ്ണ കാണുമ്പോൾ ഹരേ കൃഷ്ണ പറയും. അവരെ നമ്മൾ നല്ല ഭക്തന്മാരെ നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നു. അല്ലെ? അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാവൂ. അല്ലാതെ ഇനി എന്തൊക്കെ പീസ് ഫോർമുല ഇവരൊക്കെ ഈ ഏത് രാജ്യക്കാരെ ഏത് നേതാക്കന്മാർ കൊണ്ടുവന്നാലും അതൊന്നും വർക്കൗട്ട് ആവില്ല. അല്ലെ? അതിനെന്ത് വേണം? കൃഷ്ണാബോധം വേണം. എല്ലാവരിലും കൃഷ്ണാബോധം വളർത്തി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സമാധാനമായിട്ടിരിക്കാം. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നിർത്താം. അതായത് നമ്മുടെ വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, അപ്പൂപ്പനുണ്ട്, അമ്മൂമ്മയുണ്ട്, രണ്ട് മക്കളുണ്ട്. ഇവരെല്ലാവരും ജപിക്കുന്നവരാണെങ്കിൽ ആ വീട്ടിൽ സമാധാനം ഉണ്ടാവുമോ ഇല്ലയോ? ഉണ്ടാവും. എല്ലാവരും ഭഗവാൻ കൃഷ്ണന്റെ നാമം പറയുകയാണെങ്കിൽ ആ വീട്ടിൽ സമാധാനം ഉണ്ടാവുമോ? ഉണ്ടാവും. അല്ലെ? അപ്പൊ എന്ത് ചെയ്തു? ഇപ്പൊ ഒരാൾ മാത്രമല്ല, ഇവിടെയൊക്കെ ഉള്ള കുഴപ്പം, മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭാര്യ കൃഷ്ണാപുരത്തിലാണെങ്കിൽ ഭർത്താവ് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഭർത്താവ് കൃഷ്ണാപുരത്തിലാണെങ്കിൽ ഭാര്യ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അല്ലേ? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിക്കും. അത് ഭർത്താവ് രാവിലെ ഇറങ്ങും. അല്ലേ? സന്ധ്യയായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലേ രാവിലെ എന്നൊക്കെ പറയും. അല്ലേ? കളിയാക്കും നമ്മളെ, കുറ്റപ്പെടുത്തും, ഒരുപാട് എന്താണ് ശകാരിക്കും, ഒരുപാട് വേദനിപ്പിക്കും, കുത്തി കുത്തി സംസാരിക്കും. അല്ലേ? അങ്ങനെ അതാണ് നമ്മൾ പല കുടുംബത്തിൽ നടക്കും. നേരെ മറിച്ച് ഭാര്യ, ഭർത്താവ്, അല്ലെ, മക്കള് എല്ലാവരും ഒരേപോലെ കൃഷ്ണാപൂരത്തിലാണെങ്കിലോ ആ വീട്ടിനകത്ത് ഐശ്വര്യവും സമാധാനം ഉണ്ടാവില്ലേ? സമാധാനമായിരിക്കും. കാരണം ആരും ഉറക്കം പോലും സംസാരിക്കത്തൂരില്ല. കാര്യം എന്താണ്? അവിടെ വീട്ടിൽ ഭഗവാനുണ്ട്. ഭഗവാൻ ഉള്ളപ്പോൾ നമ്മള് ഉറക്കെ സംസാരിക്കാൻ പാടില്ല. ആ, കണ്ടോ? അപ്പോൾ അതാണ് നമ്മൾ എല്ലാത്തിനും സെൻട്രലൈസ് ചെയ്യണം. പണ്ടൊക്കെ നമ്മുടെ വീട്ടില് ഏറ്റവും എന്താണ് സെൻട്രൽ ആയിട്ട് ഇരുന്നത് പൂജാമുറിയാണ്, ഭഗവാന്റെ മുറിയാണ്. കാര്യം അപ്പോ എല്ലാത്തിനും ഭഗവാൻ ഉണ്ടായിരുന്നു. നമ്മൾ എന്തും ഭഗവാനെ അനുസരിച്ചേ ചെയ്യുള്ളൂ. അപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു. അല്ലെ? ഭഗവാൻ അവിടെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഉറക്കെ സംസാരിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു ഭയഭക്തി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ള പിള്ളേർക്ക് അതിനെക്കുറിച്ചേ അറിയത്തില്ല. അവിടെ പടം വച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മുമ്പേ ഈ കാലുമേ കാലും കെട്ടിട്ടിരിക്കും. അല്ലെ? നേരെ തുണി പോലും ഉടുക്കൂല. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇപ്പോൾ. അല്ലെ? ഇപ്പോഴത്തെ മോഡേൺ എന്താണ് ഇപ്പൊ പലരും എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് തുറച്ച് നോക്കുന്നുണ്ടാവും, അല്ലേ? ഞാൻ സത്യം പറയാം, ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല. അല്ലേ? പക്ഷെ നമ്മളെ എന്താണ് എന്താ പറ്റിയ നമ്മുടെ ആ ഒരു ധർമ്മം നമ്മൾ വിട്ടുപോകും. അപ്പൊ നമ്മുടെ ധർമ്മം എന്താണ്? ഭഗവാനെ സേവിക്കുക എന്നുള്ളത്. ഇന്നത്തെ ശ്ലോകം നമുക്ക് പറഞ്ഞു തന്നത് അതാണ്, അല്ലെ? സ്വേ സ്വേ കർമ്മണ അഭിരത സംസിദ്ധിം ലഭതേ എന്നര. മനുഷ്യ, അല്ലെ, നിനക്ക് ഇതെല്ലാം കിട്ടും എങ്ങനെയാണെങ്കിൽ ഭഗവാന്റെ സേവ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെ? എല്ലാത്തിലും കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഭഗവാന്റെ നാമം പറയുക, ഭഗവാനെ സേവിക്കുക, അല്ലെ? ഭഗവാനെ സദാ ഹരിയായിട്ടിരിക്കുക. എപ്പോഴും നമ്മൾ ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുക. എല്ലാ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ഫോളോ ചെയ്യും. നമുക്ക് വന്നു ചേരും. നമുക്ക് ആവശ്യമുള്ളതല്ലേ നമുക്ക് വന്നു ചേരും. അല്ലെ? ഹരേ കൃഷ്ണ. ഞാനിവിടെ നിർത്തുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇതിനെക്കുറിച്ച് കമന്റ്സ് എന്തെങ്കിലും പറയാം? ഹരേ കൃഷ്ണ. സമയമില്ല. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാം പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ചെയ്യുന്നുണ്ടോ? വിജയദശമിയാണല്ലോ പ്രഭു. അതിന്റെ എന്തെങ്കിലും പ്രത്യേക പരിപാടിയല്ലോ അമ്പലത്തിലുണ്ടോ? അമ്പലത്തിലെ പ്രോഗ്രാം ഉണ്ട് പ്രഭു. രാവിലെ കുഞ്ഞുങ്ങളെയൊക്കെ എഴുത്തിനിരുത്തുന്നുണ്ട്. ഹരേ കൃഷ്ണ. അവിടെ ഈ ഈ നവരാത്രി ആയതുകൊണ്ട് 10 ദിവസവും ദശാവതാരം പൂജയുണ്ടായിരുന്നു.
ഓരോ ദിവസവും ഓരോ എന്താണ് അതൊക്കെ ഇതിൽ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? നമ്മുടെ വാട്സപ്പിലൊക്കെ വന്നിട്ടുണ്ടാവും. അതിന്റെ ഓരോ ദിവസവും ഓരോ ഇതായിരുന്നു. ഏ, ഇന്നിപ്പോ കൽക്കിയാണ് ലാസ്റ്റിലെ അവതാരത്തിന്റെ. അത് കൽക്കിയാണ് അവിടെ കൽക്കി രൂപത്തിലാണ് അവിടെ നിൽക്കുന്നത്. അതിന്റെയൊക്കെ ഫോട്ടോ കാണാൻ പറ്റും. ഈ മംഗളാരതി അതിൽ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടായിരുന്നു പ്രഭു. ഈ 10 അവതാരത്തിന്റെയും ക്ലാസ് ഉണ്ടായിരുന്നു വൈകിട്ട് 7 മുതൽ 8 വരെ. അത് കഴിഞ്ഞിട്ട് ഓരോ അവതാരത്തിന്റെ ഇതും ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ഇന്നും രാവിലെ തൊട്ട് ഉച്ച വരെ പ്രോഗ്രാം ഉണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ കമന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. കാര്യം പ്രഭുജിക്ക് പൂജാ സെക്ഷൻ പോകേണ്ടതാണ്. അതുപോലെ ഞാനും റെഡിയായി നിൽക്കുവാണ്. അപ്പൊ നമുക്ക് പ്രഭുജിയോട് ആദരവപൂർവ്വം യാതൊരു മുടക്കവും കൂടാതെ പ്രഭുജിക്ക് വരണം നമ്മുടെ ഇതിന്. അതുകൊണ്ട് പ്രഭുജിക്കും പ്രഭുജിയുടെ കുടുംബത്തിന് നമ്മൾ 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം പറഞ്ഞ് വൈൻഡ് അപ്പ് ചെയ്യാം. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ